بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിന്റെ ഇടവേളകളിൽ ഒത്തിരി നേരം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അവസരം തന്ന അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ആദ്യം സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മളുടെ നാട്ടിൽ നിന്നും വിഭിന്നമായി ഈ മണ്ണിൽ ഒരുപാട് സാഹചര്യങ്ങൾ ദീനി പഠനത്തിനും മറ്റും നമുക്ക് ലഭ്യമാണ്. എങ്കിലും നമ്മളെ ഇടയിലുള്ള പല പ്രൊഫഷണലുകളും അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയം വിനോദത്തിലും സൂപ്പർ മാർക്കറ്റുകളിലും വിനിയോഗിക്കുകയാണ്. അത് മുഖേന ദീനിൽ നിന്നും ഒരുപാട് പിന്നോട്ട് പോയ ഒരവസ്ഥയിലാണ് പല പ്രൊഫഷണലുകളായ ആൾക്കാരുമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ദീനീപരമായ ഒരു വെളിച്ചം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിസ്ഡം യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകൃതമായ ബൃഹത്തായ ഒരു സംരംഭമാണ് ഫോക്കസ് എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അതിന്റെ ഭാഗമായി ഈ വർഷം ജനുവരിയിൽ വളരെ ഗംഭീരമായ ഒരു പരിപാടി നമ്മളെ നാട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയെന്നോണം എല്ലാ GCCയിലും ഇങ്ങനെ ഫോക്കസ് എന്ന ലേബലിൽ പരിപാടികൾ നടന്നു വരുന്നു. അതിന്റെ ഭാഗമായി ബഹ്റൈനിലെ ഫോക്കസ് എന്ന പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് റിസാലുദ്ദീൻ അൽ ഹിദായയുടെ സെക്രട്ടറി. അദ്ദേഹത്തെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ ദായിയായ സമീർ ഫാറൂഖി അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയും മുഖ്യ പ്രഭാഷകനുമായ അർഷാദ് ബിൻ ഹംസ, സൗദി അറേബ്യ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പിന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാം ശ്രവിക്കാനെത്തിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഞാൻ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. ഇത് ഓൺലൈനിൽ കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം വളരെ നന്നായി ശ്രവിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു നേരായ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഒരുമിച്ച് കൂട്ടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അവസാനം ഇങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിക്കാൻ വേണ്ടി റിസാലുദ്ദീനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൻ ലില്ലദീന യത്തഖൂൻ അഫലാ താഖിലൂൻ. The life of this world is nothing but a game and a distraction. The home in the hereafter is best for those who are aware of God. Why will you people not understand? പ്രവാസികളായ നാം വളരെ പ്രക്ഷുബ്ധമായ ഒരു
ജീവിതം നയിക്കുന്നവരാണ്. പല രോഗങ്ങൾ, മരണങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, നാട്ടിൽ പല കല്യാണങ്ങളും അല്ലെങ്കിൽ സന്തോഷകരമായ പല സന്ദർഭങ്ങളിലും നമുക്ക് ഒത്തുചേരാൻ പറ്റാത്ത വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ, മാനസിക പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് നാം. 1990 ഞാൻ ബഹ്റൈനിലെത്തിയത്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി വന്ന ഞാൻ, എൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് കാലം കോറിയ വരകൾ കാണാനാവും. നെറ്റിയുടെ വിസ്തീർണം കൂടാൻ തുടങ്ങി. ചെറിയ വെള്ളിനരകൾ താടിയിലും മുടികളിലും വരാൻ തുടങ്ങി. കാലം അത് വരക്കുന്ന വരകളാണത്. കാലം കോറും ചുളിവിഞ്ഞൊറിവുകൾ ഉടലിൽ പടരുന്നതറിയാതെ ഞാൻ. ഈ വരക്കുന്ന വരകൾ നമ്മൾ അറിയുന്നില്ല. തുടക്കത്തില് ഈ കറുത്ത നരകളെ വെളുപ്പിക്കാനും മുടി കൊഴിച്ചലില്ലാതാക്കാൻ പല സർക്കസുകളും, മുട്ടുവേദനക്ക് മരുന്നുകളും, ഊരവേദനക്ക്, ഇതൊക്കെയായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അരിക്കുമത് ചിതലരിക്കുമ്പോൾ അറിയില്ല പൊള്ളയായത് വീണുടയും വരെ. ഈ ഒരു പ്രായം നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഒരു ദിവസം മരിച്ചു വീഴുന്ന ഒരവസ്ഥ, നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ നല്ല സമയത്തിനായി നാം കാത്തു നിൽക്കേണ്ടതില്ല. അങ്ങനെ ഒരു സമയം വരാനില്ല. നമുക്ക് ഉള്ള സമയത്തെ നല്ലതാക്കി, നല്ലത് ചെയ്ത് പരലോകത്തേക്കുള്ള പാഥേയം ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് നാം നടത്തേണ്ടത്. നമ്മളുടെ ഇടയിൽ ഒരു ശൈലി ഉണ്ടല്ലോ, പത്രശൈലിയോ അല്ലോ ഭാഷാ ശൈലിയോ എന്ന് പറയാം. മധ്യവയസ്കൻ ഹൃദയാഘാതം മൂലം മരിച്ചു. അങ്ങനെ നോക്കിയാൽ ഞാൻ ഇന്നൊരു മധ്യവയസ്കനാണ്. നാളെ എൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ ആപേക്ഷികമായി നോക്കിയാൽ ഞാൻ പൂർണ്ണവയസ്കനായി. ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്ന 25 or 30 വയസ്സുള്ള ഒരാൾ നാളെ മരിക്കാനാണെങ്കിൽ 15 വയസ്സിൽ അദ്ദേഹത്തിന്റെ മധ്യവയസ്കത കഴിഞ്ഞു എന്നുള്ളതാണ്. നാം അറിയാതെ നമ്മുടെ ഉമ്മ, ഉപ്പ, പെങ്ങന്മാർ, കൂട്ടുകാർ, ചെറുപ്പക്കാർ, വളരെ ചെറുപ്പക്കാർ മരിച്ചു പിരിയുന്ന ഒരു അവസ്ഥ നാം ഇന്ന് കാണുന്നുണ്ട്. പരലോകം പുൽകി പലരും നനച്ചിരിക്കാതെ പുൽകാനിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മളും പുണരുക, പിണയുക, നന്മയെ സദാ നേരവും, എന്നിട്ടു പകരുക ആ നന്മ നമ്മുടെ തലമുറക്കും. നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നന്മകൾ പകരാൻ നമുക്കാവണം. അതിന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടണം. സനാബിസിലെ ഒരു തവണ ഒരു പെട്രോൾ അടിക്കാൻ പോയപ്പോഴേ, പൊതുവെ അറബികൾ നമ്മളെ എന്താ അഭിസംബോധന ചെയ്യാം? അഹോയ്, അമ്മീന്നൊന്നും വിളിക്കൂലല്ലോ. ഒരു പയ്യൻ റഫീഖ് എന്നൊക്കെ വിളിക്കാൻ, ഒരു പയ്യൻ എന്നെ അമ്മേ അബി ഫത്തൂറാന്ന് ചോദിച്ചു. അമ്മേ നിങ്ങൾക്ക് ബില്ല് വേണം. ഞാൻ ബില്ല് വാങ്ങി. അവനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അമ്മീന്ന് വിളിച്ചത്? ഇത്രയും പ്രായമാകുന്നതിന് മുമ്പാണ്. അപ്പൊ അവൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, മൈ പാരൻസ് ടോട്ട് മീ സോ. എൻ്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയാണ് എന്നെ ശീലിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അമ്മീന്ന് വിളിച്ചതെന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ മക്കളെ കൊണ്ട് പറയിക്കാൻ നമുക്കാവുമോ? ഈ ഒരു നിമിഷം ചിന്തിക്കാതെ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആരെങ്കിലും നമ്മുടെ മക്കളോട് ചോദിച്ചാൽ ഇതെന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചതാണെന്ന് പറയാൻ നമുക്കാവണം. അതിനാവണം നമ്മുടെ ശ്രദ്ധയും ശ്രമവും. ആദ്യം ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഈ വലിയൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടുതരികയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു 15 മിനിറ്റ് നാം ലേറ്റ് ആയിട്ടുണ്ട്. 9:45 പരിപാടി തീർക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്തത് ഒരു 15 മിനിറ്റ് ആമുഖ പ്രസംഗം നമ്മുടെ ദായി സമീർ ഫാറൂഖിയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെയും സഹപ്രവർത്തകരെയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ ഭക്തന്മാരായി ജീവിക്കണേ നാമുകമായി വസിയത്ത് ചെയ്യുകയാണ്. പർപ്പസ് ഓഫ് ലൈഫ് എന്നതാണ് നമ്മുടെ ടൈറ്റില്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നത് നമ്മൾ കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് നമ്മെ നിയോഗിച്ചത് ഇതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്നത് നിന്റെ ഈ നിയോഗത്തിന് ഒരു ലക്ഷ്യബോധമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. കൈ എന്നത് എഴുതാൻ, ഭക്ഷണം കഴിക്കാൻ, കാലെന്നത് നടക്കാൻ, കണ്ണെന്നത് കാണാൻ, ചെവി എന്നുള്ളത് കേൾക്കാൻ, മൂക്കുകൊണ്ട് മണക്കാൻ, ഹൃദയം എന്നത് ചിന്തിക്കാൻ. ഇങ്ങനെ നമ്മുടെ ഓരോ ഓർഗൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് നിർവഹിക്കാനുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന നമ്മുടെ ഈ ശരീരം, ഈ ജീവൻ, ഈ ആത്മാവ്, അതിന് മാത്രം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ലക്ഷ്യബോധമില്ലാത്തതിന്റെ വാദമാണ്. നമ്മളൊരു രാത്രി ഉറങ്ങാൻ കിടന്നു, കൂരിരുട്ടിൽ ഉറങ്ങാൻ കിടന്നു. നേരം പുലർന്നപ്പോൾ നമ്മൾ അതിസുന്ദരമായ ഒരു ദ്വീപിലെത്തിപ്പെട്ടു എന്ന് സങ്കല്പിച്ചു നോക്കൂ. ആറുകളും പുഴകളും പർവ്വതങ്ങളും പക്ഷികളും നയനാനന്ദകരമായ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ ചിന്തിക്കൂലേ, എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയത്? ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കി കിടന്ന ഞാൻ എങ്ങനെയാണ് ഈ ദ്വീപിലെത്തിയത്? അത് അന്വേഷിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. ഇൻബോണായിട്ട് അള്ളാഹു അവനിൽ കൊടുത്തൊരു സഹജ ഗുണമാണത്. അതിന് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഒരു പിഞ്ചു കുഞ്ഞ് പ്രകൃതിയിലേക്ക് നോക്കുന്നത്, തേരട്ടയെ നിരീക്ഷിക്കുന്നത്, പൂച്ചയുടെ പിന്നാലെ പോകുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ ഒരു അഭൗതിക ശക്തിയുണ്ട് എന്ന ഒരു അചഞ്ചലമായ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ വനഫ്സിൻ വമാ സവ്വാഹ, അവനിൽ അല്ലാഹു ആത്മാവിനെ ഊതുന്നതിലൂടെ അങ്ങനെ ഒരു സഹജമായ ബോധം കൊടുത്തിട്ടുണ്ട്. ആ ബോധത്തെ തട്ടുണർത്തുക എന്നത് മാത്രമാണ് ഇങ്ങനെ ഒരു സംഗമത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ ഇവിടെ 4 ആളുകൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്താണ് അവന്റെ ലക്ഷ്യം എന്നുള്ളത്. നമ്മളൊക്കെ ഒരു കാലത്ത് ഉമ്മയുടെ മർദ്ദവാശയം എന്ന കൂരിരുട്ടിലായിരുന്നു. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ്. 3 ഇരുട്ടറകൾക്കുള്ളിൽ ഫീ ഖറാരിൻ മകീൻ, ഭദ്രമായൊരു കോട്ടക്കുള്ളിൽ, ഗർഭാശയത്തിനുള്ളിൽ അല്ലാഹു നിങ്ങളെ നിക്ഷേപിച്ചു. പിന്നെ നിങ്ങൾ കൊച്ചുകുട്ടിയായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു. ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള 2 കുട്ടികൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാനോ ടിൻസ്. നമ്മളുടെ ഈ ലോകം പരിമിതമാണ്. ഇത് കേവലം ഒരു യൂട്രസ് ആണ്. ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട്. അവിടെ ഒരുപാട് ജീവജാലങ്ങൾ മറ്റുള്ളതുണ്ട്. ആകാശമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പക്ഷികളുണ്ട്.
അപ്പൊ അപനം പറയാണ്, മറ്റു കുട്ടി പറയണേ അതൊക്കെ നിന്റെ സങ്കല്പമാണ്. അപ്പൊ വീണ്ടും അവൻ പറയുന്നു, അല്ല, നമ്മുടെ ലക്ഷ്യം ഇവിടെ താമസിക്കുക എന്നുള്ളതല്ല, ഇത് മറ്റൊരു ലോകത്തേക്ക് നമ്മെ അതിനുവേണ്ടി പ്രാപ്തനാക്കാനുള്ള ഒരു ഗർഭമാത്രമാണ്, ഗർഭാശയമാണ്, ആ ഒരു പരിമിതമായ ലോകമാണ്. അപ്പോഴും അവരെ നിഷേധിക്കാൻ അങ്ങനൊന്നുമില്ല. ഇങ്ങനെ പറയുന്നതിനിടയിൽ 9 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് പറഞ്ഞവനും ഉണ്ടെന്ന് പറഞ്ഞവനും രണ്ടുപേരും പുറത്തേക്ക് വരും. അപ്പൊ ആദ്യം ഒരുത്തൻ വരുന്നു, അപ്പൊ അടുത്തൻ പറയുന്നു ഓൻ പോയി, അല്ലെ? ഇങ്ങനെ ലോകമുണ്ട് എന്ന് വിശ്വസിച്ചവൻ ഗർഭാശയത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കുട്ടി വിചാരിക്കുന്നു അവൻ പോയി. എങ്ങോട്ടാ പോയത്? എവിടെയും പോയിട്ടില്ല, വേറൊരു ലോകത്തേക്ക് വന്നു. കുറച്ചു കഴിയുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അപരനും പുറത്തു വരുന്നു. അപ്പോൾ അവന് ബോധ്യപ്പെടും ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് അവൻ ആദ്യം പറഞ്ഞത് സത്യമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ സംഭവിക്കുന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മോട് പലരും പറയുന്നുണ്ട് ഇതല്ല ലോകം, ഇതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. പക്ഷേ അത് നമ്മുടെ ദൃഷ്ടിഗോചരമല്ലാത്തത് കൊണ്ട് പലരും നിഷേധിക്കുകയാണ്. ഒരു നാൾ നമ്മൾ ആ ലോകത്തേക്കുള്ള യാത്ര പോകുമ്പോൾ അവിടെ വെച്ച് ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു. എങ്കിൽ നമ്മൾ സംഗമിപ്പിച്ച് ഇവിടെ നൽകിയിരുന്ന ഉപദേശങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ആ സമയത്ത് ബോധ്യപ്പെടും. മനുഷ്യന്റെ ആ നിഷേധാത്മക ബുദ്ധി നഷ്ടപ്പെട്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് അവൻ അപ്പോൾ ബോധ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ആ ബോധ്യം ഇവിടെ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെ ആർജിച്ചെടുക്കുമ്പോൾ അവനിലുണ്ടായിരിക്കേണ്ട സഹജമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അല്ലാഹു ആ ലോകത്തെ കുറിച്ച് ബോധ്യം, ജീവിതത്തിന് ലക്ഷ്യബോധമുള്ള ഒരാൾ. എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ്? ആരോട് ചോദിച്ചാലും ആത്യന്തികമായിട്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു മറുപടിയാണ്. ഏത് കൊടും ചൂടിൽ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന ആട്ടിടയനോട് ചോദിക്കൂ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഒന്നുമില്ല. നാട്ടിലൊരു വീടുണ്ടാക്കണം. എന്തിനാ വീട്? കുട്ടികളെ കേട്ട് സുഖമായി ജീവിക്കണം. ഉണ്ടോ? സുഖമാണ്, സന്തോഷമാണ്. ഇനി ഏത് പ്രൊഫഷണൽ രംഗത്ത് ഏതൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളോട് ചോദിച്ചാലും അവന്റെയും ലക്ഷ്യം ഇതാണ്. സന്തോഷമുള്ളൊരു ജീവിതം വേണം, സമാധാനം വേണം. എന്നാൽ ഈ സമാധാനവും സന്തോഷവും ഇവിടെ പൂർണ്ണമായി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഭാഗികമായി മാത്രമേ കിട്ടൂ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ വലദാറുൽ ആഖിറ, ആ പരലോകത്തുള്ള ദാറുസ്സലാം എന്ന ജീവിതമാണ്. അവിടെയാണ് പരിപൂർണമായ ശാന്തിയും സമാധാനവും നമുക്ക് നേടിയെടുക്കാവുന്ന ആ ഒരു ലോകം. എല്ലാവരുടെയും, ഏത് ഭൗതികവാദിയുടെയും മതവാദിയുടെയും ആത്യന്തിക ലക്ഷ്യം ദുനിയാവിൽ ഈ ലോകത്തൊരു സുഖമാണെങ്കിൽ നമ്മൾ പറയുന്നു ആ സുഖത്തിന്റെ പാരമ്യം പ്രാപിക്കാൻ നമുക്ക് പരലോകമാകുന്ന ലോകത്തേക്ക് യാത്ര പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സ്വർഗത്തിൽ മാത്രമാണ് സാക്ഷാത്കരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ആത്യന്തികമായ അൾട്ടിമേറ്റ് എയിം അത് സന്തോഷമാണെങ്കിൽ അതിന്റെ പാരമ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് അങ്ങനെ അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിലേക്ക് വരും. റബ്ബിങ്കൽ നിന്നുള്ള ഈ പ്രകാശവും ആ പ്രകാശത്തിന്റെ നിദാനമായ പരിശുദ്ധ ഖുർആനും അവന്റെ ജീവിതത്തിന്റെ വെളിച്ചം നൽകുന്ന ആ ഒരു ലൈറ്റ് ഹൗസായി അവൻ നയിക്കും. ആ ലൈറ്റ് ഹൗസിന്റെ രൂപത്തിലായിരിക്കും പിന്നെ അവൻ ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവന് ആ ലക്ഷ്യബോധം കിട്ടി, ആ പ്രകാശം ലഭിച്ചു എന്ന് ബോധ്യപ്പെടുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വത്തജാഫി അൻ ദാരിൽ ഗുറൂർ വൽ ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബല ലിഖാഇൽ മൗത്ത്. അവൻ എപ്പോഴും അവന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. അൽ ഇനാബത്ത്, ഒരു പ്രയാണത്തിലാണ് അവൻ. ഇലാ ദാരിൽ ഖുലൂദ് വത്തജാഫി അൻ ദാരിൽ ഗുറൂർ. അങ്ങനെ ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞ ഒരാൾ
ഭൗതിക വിഭവം തന്നെ വഞ്ചിക്കാനുള്ളതാണെന്ന് ബോധ്യപ്പെടുകയും ഭൗതിക സുഖങ്ങളോട് വിരക്തി കാണിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ എല്ലാവിധ ആ സുഖങ്ങളും ഒഴിവാക്കണമെന്നല്ല, മറിച്ച് ഇതെനിക്ക് താൽക്കാലികമായുള്ളൊരു ഒരു സങ്കേതം മാത്രമാണ് എന്നവന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ മരണത്തെ അവൻ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ഉലൈക്കൽ അഖ്യാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനാണ് ബുദ്ധിമാൻ, അവനാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിച്ചവൻ. മഹാനായ ഇമാം ഗസാലി ഈ ലക്ഷ്യം അറിയാത്തവനെ നല്ലൊരു ഉപമയിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരാൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിറകിൽ ഒരു സിംഹം കൂടി. ആ സിംഹത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഓടി. ഓട്ടത്തിനിടയിൽ അവൻ ഒരു പൊട്ടക്കിണറ്റിൽ അധപ്പതിച്ചു. ആ പൊട്ടക്കിണറ്റിൽ ആപതിക്കുന്നതിന് മുമ്പ് അവൻ 2 പിടിവള്ളി അവന്റെ കയ്യിൽ കിട്ടി. ആ പിടിവള്ളിയിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോ കാളസർപ്പങ്ങൾ ഊളിയിട്ട് കൊണ്ടിരിക്കുന്നു കിണറ്റിൽ. അതിലേക്ക് താവാൻ അവന് ധൈര്യമില്ല. എന്നാൽ മുകളിലേക്ക് കയറണമെന്ന് വിചാരിച്ചാലോ, അവിടെ അവനെ പിടിക്കാൻ വന്ന സിംഹം വാ പൊളച്ചു നിൽക്കുകയാണ്. മുകളിലേക്ക് കയറാനും അവന് ധൈര്യമില്ല. എന്നാൽ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴോ വെളുത്തതും കറുത്തതുമായ 2 എലികൾ ആ വള്ളിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ അവിടെ എപ്പോ വേണമെങ്കിലും ആ പിടിവള്ളി അറ്റുപോകാം. അതേ ഇടയിലാണ് ഒരു തേൻകട്ടി അവന്റെ തലയിൽ വീഴുന്നത്. ആ തേൻകട്ടിയിൽ നിന്ന് അങ്ങനെ ഒലിച്ചിറങ്ങി അവന്റെ നാവിലോട്ട് വരുമ്പോ ആ മനുഷ്യന് അത് ആസ്വദിക്കാൻ പറ്റുമോ? ഈ വെളുത്തതും കറുത്തതുമായ എലികൾ എന്ന് പറയുന്നത് രാവും പകലുമാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, നിന്റെ ഓരോ ആയുസ്സും വെളുത്തതും കറുത്തതുമായ എലികൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ പിടിവള്ളി അറ്റ് കബറാകുന്ന ആഴത്തിലേക്ക് നീ അധപ്പതിച്ചു പോകാം. അവിടെ പോയാൽ നിന്നെ കാത്തിരിക്കുന്നത് അലക്ഷ്യമായിട്ടാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ ഈ കാളസർപ്പങ്ങളുടെ കടിയാണ്. ഈ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യബോധമില്ലാത്തവൻ. ഇവൻ താൽക്കാലികമായി ഉറ്റുവീഴുന്ന ഈ തേൻ നുകർന്ന് ആസ്വദിച്ചുകൊണ്ട് അവിടെ ജീവിക്കുമെങ്കിൽ, ആസ്വദിക്കുമെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ എന്താ പറയാ? മണ്ടൻ അല്ലെ? അവൻ എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും? സാഹിബുൽ ഖർൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളം സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി കുഴൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഓർഡറിന് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ആ ഓർഡർ വരുന്നത്? ആ നിമിഷം ഈ ലോകം അവസാനിക്കും. ഇതിനപ്പുറം മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ പുറപ്പെടേണ്ടി വരും. ആ പുറപ്പെടുന്നത് വെറും കൈയോടാകാൻ പാടില്ല. അതിന് വേണ്ട വിഭവങ്ങൾ തഖ്വയാകുന്ന വിഭവം ഈ ലോകത്ത് നിന്ന് നമ്മൾ നേടിയെടുത്താൽ പാരത്രിക ലോകത്ത് നമുക്കത് കൊയ്തെടുക്കുവാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിന്റെ വിശദമായ പഠനാർഹമായ ഒരു ക്ലാസ് ആണ് നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട അർഷദ് ബിൻ ഹംസ സാഹിബ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരും അത് കഴിയുന്നത് വരെ അത് ശ്രദ്ധിക്കുകയും ജീവിതത്തിനൊരു ലക്ഷ്യം തീരുമാനിച്ചുകൊണ്ട് നല്ലൊരു സംതൃപ്തമായ മനസ്സുമായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് സൗദിയിൽ നിന്നും ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ അർഷദ് ബിൻ ഹംസ സാഹിബാണ്. അദ്ദേഹം BE ബ്രാക്കറ്റിൽ ENC എന്നുണ്ട്, അതെന്താന്നുള്ള എനിക്കറിയില്ല. ഓക്കെ, M.Tech കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. അദ്ദേഹം എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനർ കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വിഷയം പർപ്പസ് ഓഫ് ലൈഫ്, ജീവിത ലക്ഷ്യം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ ഗാഫിറിദ് ദംബി വഖാബിലിത് തൗബ് ശദീദിൽ ഇഖാബി ദിൽ ത്വൽ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മാന്യ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം മൂലം അയൽ രാജ്യമായ സൗദി അറേബ്യയിൽ നിന്നും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കണ്ട് സംവദിക്കാനും ഒരവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. കൃത്യം 10 വർഷം മുമ്പാണ് 2012 ഇങ്ങനെ ഒരു ബഹ്റൈൻ സന്ദർശനത്തിന് അവസരം കിട്ടുകയും അന്നത്തെ ഇസ്ലാഹി സെന്ററിൽ വന്ന് ബഹ്റൈനിലുള്ള നമ്മുടെ സഹോദരങ്ങളുമായി സംവദിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നത്. 10 വർഷം പോയത് അറിഞ്ഞില്ല. പക്ഷെ ബഹ്റൈൻ ഒരു പുതിയ ബഹ്റൈനായിട്ടാണ് അനുഭവപ്പെട്ടത്. ഏതായാലും നിങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഈ ഫോക്കസ് പ്രൊഫഷണൽ മീറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റികളിൽ ഒന്നായ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ പ്രൊഫഷണലുകൾ ഒത്തുചേർന്നു. വളരെ നല്ല ഒരു ചർച്ചാ വേദിയായി അത് മാറി. അൽഹംദുലില്ലാഹ്. പ്രൊഫഷണലുകൾ എന്നുള്ള നിലക്ക് നമ്മളുടെയൊക്കെ ഫോക്കസ് പലതിലുമാണ്. നമ്മൾ നമ്മളുടെ കോമ്പീറ്റൻസിയെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ നമ്മളുടെ വർക്കിൽ വളരെയേറെ ഫോക്കസ്ഡ് ആണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ ഇവിടെ ഒരു പ്രത്യേക പ്രൊഫഷണൽ നമുക്കുള്ള നോളജും നമ്മളുടെ സ്കില്ലും നമ്മളുടെ എബിലിറ്റിയും, സാധാരണ KSA എന്ന് നമ്മൾ വിളിക്കാറുള്ള നോളജ് സ്കിൽ ആൻഡ് എബിലിറ്റി, നമ്മൾ നേടിയെടുത്ത ഈ നോളജും സ്കില്ലും എബിലിറ്റിയും വെച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷണൽ അതിൽ ഏറ്റവും നന്നായി എക്സൽ ചെയ്ത് പെർഫോം ചെയ്ത് നല്ല പെർഫെക്ഷനോട് കൂടി കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോഡ് ഓഫ് എത്തിക്സും വെച്ചുകൊണ്ട് കൃത്യമായ ഗൈഡ് ലൈനിൽ ആണ് പലപ്പോഴും നമ്മളുടെയൊക്കെ വർക്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയത്തിൽ നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. വർക്ക് ഷുഡ് നോട്ട് ബി സഫേർഡ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കൃത്യമായ എയിംസ് അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കൃത്യമായി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലും നമ്മൾ ഉഷാറാണ്. പക്ഷെ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലക്ക്, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നാട്ടിലൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു ലോയർ എന്നൊക്കെ പറഞ്ഞൊരു പ്രൊഫഷണൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അയാൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്, അയാൾക്കൊരു പ്രത്യേക ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അയാളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു പ്രത്യേക വില ജനങ്ങൾ നൽകുന്നുണ്ട്. പല ഏരിയകളിലും അയാളുടെ സ്കില്ല് അയാൾക്ക് കാണിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ അയാൾക്ക് സാധിക്കും. പക്ഷെ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തെക്കുറിച്ച്, സ്വന്തം ലൈഫിന്റെ എയിമിനെ കുറിച്ച് എത്രത്തോളം ആളുകൾ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായ വളരെ ചെറിയൊരു സംഘം മാത്രമാണ് തങ്ങളുടെ യഥാർത്ഥ ലൈഫ് ഗോൾ അല്ലെങ്കിൽ എയിം ഓഫ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ്. ഞാനിവിടെ പുതുതായി ഒന്നും പറയുന്നില്ല, ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയാണ്.
അപ്പൊ ഈ ഒരു ചെറിയൊരു ഹാളിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ ചിന്തകൾക്ക് തുടക്കമിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ്. ഈ ഒരു സ്ലൈഡ് ഇതൊരു ടൈം ലൈനാ. ഞാൻ 3 വർഷം കൊടുത്തു. ഒന്ന് 1922, മറ്റൊന്ന് ഈ വർഷമാണ് 2022, മൂന്നാമത്തെ 2122. അപ്പൊ 100 വർഷം മുമ്പുള്ള ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ആരും തന്നെ ഈ 1922 കണ്ടവരല്ല. 100 വർഷം മുമ്പ് ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഒരു 100 വർഷം കഴിഞ്ഞ് 2122 ഈ ബഹ്റൈനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും വരുമ്പോ ഏതായാലും ഞാനില്ലാത്ത ഒരു ലോകമാകുമല്ലോ ആ സമയം. അപ്പൊ നമ്മളില്ലാതെ ഓടിയ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 1922 എന്നൊരു ലാൻഡ്മാർക്ക് പറഞ്ഞത് അതിനു മുമ്പുള്ള ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി, നമ്മളൊന്നുമില്ല. ഇനി 2122 അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വർഷങ്ങൾ വരുന്നു, അന്നും നമ്മളൊന്നുമില്ല. ഈ കുറഞ്ഞ കാലം മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിച്ചത്. അപ്പോ ഈ ഒരു തോട്ട് പ്രൊവോക്കിംഗ് സ്ലൈഡാണ്. അഥവാ വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ ഇൻസാൻ, നമുക്കൊക്കെ പരിചയമുള്ള ചോദ്യമാണ്. എന്താണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? ഹീനും മിനദ്ദഹർ, ഒരു കാലഘട്ടം. ലം യകുൻ ശൈഅൻ മദ്കൂറാ, പറയപ്പെട്ട ഒരു വസ്തു അല്ലാത്ത ഒരു കാലം. നമ്മൾ എന്നുള്ള ഈ ഒരു എൻറ്റിറ്റി ഇല്ലാത്ത ഒരു കാലം, അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലമാണ്, അല്ലെങ്കിൽ ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ്. ഇതിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടോ? ഹൽ അതാ അലൽ ഇൻസാൻ. അപ്പൊ അങ്ങനെ ഒരു ഹീനും മിനദ്ദഹർ, അങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളുടെ ചിന്തയെ ഒന്ന് പിറകോട്ട് നയിച്ച് നമ്മളില്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ, നമ്മൾ എന്ന് പറഞ്ഞ ഒരു അർഷദ് അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ പറയപ്പെടാവുന്ന ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു പോലും ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഈ ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. ഇനി ഞാൻ ഈ ടൈം ലൈൻ ഒന്നുകൂടി ചുരുക്കി നമ്മളിലേക്ക് കൊണ്ടുവരാണ്. നമ്മളുടെ ജനനം, ഈ ജനനത്തോടു കൂടി നമ്മൾ പറയപ്പെടുന്ന ഒരു വസ്തുവായി തീർന്നു. 7 വയസ്സ് തമീസ് എന്ന് പറയും. ഈ തമയ്യൂസിന്റെ കാലം അഥവാ കാര്യബോധം വന്ന, നമസ്കാരം തുടങ്ങുന്ന കാലം, അങ്ങനെ ഒരു മെച്യൂരിറ്റി എത്തി, ബുലൂഗ് 40 വയസ്സെത്തി, പക്വതയുള്ള ഈ 40 വയസ്സിന് ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മ വലഗ അർബഈന സന എന്ന് പറഞ്ഞുകൊണ്ട് 40 വയസ്സാകുമ്പോഴുള്ള ഒരു ചിന്ത, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഈ രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മളുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു ഡിക്ലിനേഷൻ സ്റ്റേജിലാകുന്ന ഒരു പീരീഡാണ് 40 വയസ്സ്. വളരെ നന്നായി വായിക്കാനും കൃത്യമായ നല്ല ഷാർപ്പായിട്ടുള്ള ഐസൈറ്റ് ഉണ്ടായിരുന്ന ഞാൻ കണ്ണിന് ചെറിയൊരു മങ്ങലുണ്ടോ എന്ന് സംശയിച്ച് ഡോക്ടറെ അടുത്ത് പോയപ്പോ കണ്ണ് ഡോക്ടർ ആദ്യം ചോദിച്ചത് 40 വയസ്സായോന്നാ. എന്ന് പറഞ്ഞാൽ ഈ 40 ഒരു സാച്ചുറേഷൻ പോയിന്റ് ആണ്. ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള ഡിക്ലിനേഷൻ തുടങ്ങുന്ന അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ത്. അപ്പൊ അതുവരെ നമ്മൾ അനുഭവിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മളുടെ മക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു പ്രത്യേക ഏജ്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ ആ ഒരു വയസ്സ്. അത് കഴിഞ്ഞ് മനുഷ്യന്റെ ഇനി അതിനു മുമ്പോ ശേഷം അറിയില്ല, ഈ ലൈൻ എപ്പോഴും വേരിയബിൾ ലൈനാ, ഡെത്ത്. ഇതോടുകൂടി എന്ത് ചെയ്തു? നമ്മളുടെ ഫയൽ ക്ലോസ് ആയി. ഞാൻ എന്ന് പറയുന്ന ഒരു പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ ദുനിയാവിൽ നിന്നും എന്നേക്കുമായി വിട പറയുന്ന ഒരു നേരം. ഇതാണല്ലോ മരണത്തിന്റെ അവസ്ഥ. ഈ മരണം കഴിഞ്ഞു, ഈ ലോകം മുഴുവനും നശിച്ച് വീണ്ടും ആ പുനരുദ്ധാന നാളിൽ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും ഒരേപോലെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശർ, ആ മഹ്ശറിനെ കുറിച്ചൊക്കെയുള്ള ചിന്ത. അത് കഴിഞ്ഞ് നമ്മളൊക്കെ വിചാരണ ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമ്മളുടെ ഓരോന്നും കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഹിസാബിനെ കുറിച്ച്. ഇത് കഴിഞ്ഞ് നമ്മളുടെ കൃത്യമായ ലക്ഷ്യം നിർണയിക്കുന്ന ജന്ന എന്നേക്കുമായി
നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള തുടക്കം അതാണെന്ത്, നമ്മളുടെ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ ഒരു പോയിന്റ്. അതോടുകൂടി നമ്മളുടെ റിയൽ ലൈഫ് അവിടെയാണ് തുടങ്ങുന്നത്. എൻഡ്ലെസ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്ത എന്നേക്കുമായി നിലനിൽക്കുന്ന ആ ഒരു ലൈഫ്. ഈ ഒരു ലൈഫ് ജേണിയെ കുറിച്ചുള്ള, ഈ ഒരു ടൈം ലൈനിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒന്നുമല്ലാതിരുന്ന, പറയപ്പെടുന്ന ഒരു വസ്തുവല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും, നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ ഈ വളർന്നു വലുതായി നമ്മളുടെ ഈ പ്രൊഫഷണൽ എക്സലൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇനി വരാനിരിക്കുന്ന നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തക്കുള്ള ചെറിയൊരു പോയിന്റ് മാത്രമാണ് ഇട്ടു തന്നത്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? ലോകത്തൊരു മനുഷ്യനും വിശദീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണെന്ത്, എന്താണ് നമ്മളുടെ ഈ ലൈഫിന്റെ എയിം എന്താണ്? വാട്ട് ഇസ് ദ പർപ്പസ്, ദ വെരി പർപ്പസ് ഓഫ് ദിസ് ലൈഫ്? അത് ആർക്കേ പറ്റുള്ളൂ? ഒരു വിശ്വാസിക്ക് മാത്രമാണ് അത് കൃത്യമായി വിശദീകരിച്ച് നൽകാൻ സാധിക്കുക. വേറെ ആർക്കും തന്നെ ലോകത്ത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. അത് കാരണം എന്താ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവതീർണമായ വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നു എന്താണ് ഈ ലൈഫിന്റെ പർപ്പസ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ലൈഫ്? അപ്പൊ ഈ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്കും ജിന്നിനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു എന്താണ് ഇതിന്റെ പർപ്പസ്. അപ്പൊ ഈ ഒരു പർപ്പസിലൂടെ, ഈ പർപ്പസിനെ കുറിച്ചുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചിന്തയെ കൊണ്ട് എത്തിക്കേണ്ടത് എന്നതാണ് വിഷയം. വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ പർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു 4 ഡയമെൻഷനിലേക്ക് കാണാം. ഇതാണ് ഇന്നത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് ഈ ഒരു 4 ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ഈ ഡിസ്കഷൻ. നമ്പർ 1 എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും വെറുതെ സൃഷ്ടിക്കൂല. എനിത്തിങ്, ഈ ലോകത്ത് എന്ത് സൃഷ്ടിച്ചോ അതിനൊരു പർപ്പസ്. ഇതാണ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, മാൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ടു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മൾട്ടിപ്ലൈ അലോൺ. മനുഷ്യൻ എന്നത് ഏതെങ്കിലും ജന്തുജാലങ്ങളെ പോലെ തിന്നാനും കുടിക്കാനും അതുപോലെ പ്രജനനം നടത്താനും വേണ്ടി മാത്രമുള്ള ഒരു സൃഷ്ടിപ്പല്ല. ഇതാണ് പോയിന്റ് നമ്പർ 2. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന 3-ാമത്തെ പോയിന്റ് എന്താണ്? അല്ലാഹ് ഹാസ് ക്രിയേറ്റഡ് us ടു ബി ടെസ്റ്റഡ്. ഇവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വിട്ടത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. 4-ാമത്തെ പോയിന്റ്, അല്ലാഹ് ഹാസ് ക്രിയേറ്റഡ് us ടു വർഷിപ്പ് ഹിം അലോൺ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, ഈ ലോകം മുഴുവനും പഠിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്നതാണ്, അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ സൃഷ്ടിച്ചത്. ഈ 4 പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. 1-ാമത്തെ പോയിന്റിലേക്ക് പോകാം. അല്ലാഹ് നെവർ ക്രിയേറ്റഡ് എനിത്തിങ് ഇൻ വെയിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത് അല്ലെങ്കിൽ അസ്മാഉകൾ ഒക്കെ പഠിച്ചതാണ്. അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങളെ കുറിച്ച് അറിയുന്നവരാണ് നമ്മൾ. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അൽ ഹിക്മ. ഈ അൽ ഹിക്മ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത് എന്താണത്? വിസ്ഡം. മറ്റൊന്ന് എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ, അസ്മാകളിൽപ്പെട്ട ഒന്നാണെന്ത്? അൽ ഹക്കീം, ദ മോസ്റ്റ് വൈസ്. അപ്പൊ ഏറ്റവും കൃത്യമായ പ്ലാനിങ്, കൃത്യമായി ചെയ്യുന്ന, ഒരു കൃത്യമായ പർപ്പസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ്. അപ്പൊ എന്ത് സൃഷ്ടിച്ചുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിർണിതമായ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലോകത്ത് എന്നുള്ളൊരു ബോധ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് അജ്ഞതരായവർക്ക് ഒരിക്കലും തന്നെ ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു വസ്തുത. വിശുദ്ധ ഖുർആന്റെ ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം, നമുക്കൊക്കെ അറിയാവുന്ന ചോദ്യമാണ്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അബസ, ഈ ഒരു വാക്ക് വളരെ പ്രസക്തമായ വാക്കാണ്. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? ഇതൊരു ചോദ്യമാണ്. മനുഷ്യകുലത്തോട് മുഴുവനുള്ള ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ അധിക ആളുകളും ഇങ്ങനെയാണെന്നർത്ഥം.
അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ. ഈ മനുഷ്യന്മാരെ മുഴുവൻ, ഈ സൃഷ്ടിപ്പ് മുഴുവനും നടത്തിയത് വെറുതെ ഉള്ള ഒരു സൃഷ്ടിപ്പ് മാത്രമാണ്, നമ്മിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണ് അധിക ആളുകളും ചിന്തിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. എന്നാൽ യഥാർത്ഥ രാജാവായ അള്ളാഹു ഉന്നതനായിരിക്കുന്നു, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മഹത്തായ അർശിന്റെ സിംഹാസനത്തിന്റെ നാഥനത്രേ അവൻ. അപ്പോ ഈ ഒരു മുഴുവൻ സൃഷ്ടിപ്പും വെറുതെയാണോ, വൃഥാവിലാണോ, നമ്മിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വശായോ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. സൂറത്ത് അംബിയായിലെ 16-ാമത്തെ സൂക്തം. അതുപോലെ സൂറത്ത് ദുഖാനിൽ ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, ശരിയായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാം അവയെ സൃഷ്ടിച്ചത്. പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല. അപ്പോ ദ വെരി പർപ്പസ് ഓഫ് ലൈഫ്, ഈ ഒരു സൃഷ്ടിപ്പിന്റെ മുഴുവനും എന്തിനു സൃഷ്ടിച്ചു, അതിനൊരു ഉദ്ദേശമുണ്ടോ, അതല്ല വെറുതെ സൃഷ്ടിച്ചതാണോ എന്നതിനുള്ള കൃത്യമായ മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവനും തന്നെ തെര്യപ്പെടുത്തുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്ന ഒരു വാക്കാണ് ഉലുൽ അൽബാബ്. അതായത് ബുദ്ധിയുള്ള ആളുകൾ. പലപ്പോഴും നമ്മൾ പ്രൊഫഷണലുകൾ എന്നുള്ള നിലക്ക് നമ്മളുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യുന്ന ആളുകളാണ്, നമ്മളുടെ നോളജും സ്കില്ലും എബിലിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉലുൽ അൽബാബ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടണമെങ്കിൽ, ഇന്റലിജന്റ് അല്ലെങ്കിൽ ശരിയായ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ വരണമെങ്കിലുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണെന്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലുൽ അൽബാബ്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ ഒന്ന് നമ്മളുടെ സോളാർ സിസ്റ്റം ആണ്. നവഗ്രഹങ്ങൾ എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്നു, പക്ഷെ ഇപ്പോ 8 ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സൗരയൂഥം. അപ്പൊ ഈ സൗരയൂഥത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു മാസിവ് ഒരു മാക്രോ യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭൂമി, ആ ഭൂമിയുടെ ഒരു മൂലയിൽ മാത്രം ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സോളാർ സിസ്റ്റം ഇസ് ടു ബിഗ്. പക്ഷെ ഈ ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു വളരെ ചെറിയ ഒരു എൻറ്റിറ്റി മാത്രമാണ്. നമ്മളുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അനേകായിരം ഗാലക്സി സോളാർ സിസ്റ്റം പോലെയുള്ള സിസ്റ്റംസ് ഉള്ള ഒരു കൂട്ടമാണ്, നക്ഷത്ര സമൂഹമാണെന്ത്? ഗാലക്സി. നമ്മളുടെ നക്ഷത്ര സമൂഹത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? മിൽക്കി വേ. ഇനി മിൽക്കി വേ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ എന്ന് ചോദിച്ചാൽ അനേകായിരം സോളാർ സിസ്റ്റംസിലെ ഒരു സോളാർ സിസ്റ്റം മാത്രം ഉൾക്കൊള്ളുന്ന നമ്മൾ ആ മിൽക്കി വേ ഗാലക്സിയിൽ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു നാസയുടെ പിക്ചറാണ് ഞാനിവിടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നത്. ഇനി അതിന്റെ മേലെ ഈ ഗാലക്സികൾ, മിൽക്കി വേ പോലെയുള്ള ഒരുപാട് അനേകായിരം ഗാലക്സികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ക്ലസ്റ്റർ, അങ്ങനെയുള്ള ഒരു ഗാലക്സി ക്ലസ്റ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരു ഗാലക്സിയാണ് ആൻഡ്രോമീഡ. അതിനെക്കുറിച്ചാണ് ഈ ലോക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 20 ഗാലക്സീസ് to which the Milky Way galaxy belongs, and the great Andromeda galaxy is near the other end, about എത്രയാണ്? 20 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് അവേ. അപ്പൊ നമ്മളുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും നമ്മളുടെ അയൽവാസിയായ ആൻഡ്രോമീഡ ഗാലക്സി എത്ര അകലെ നിൽക്കുന്നു എന്നറിയാനാണ് അത് കൊടുത്തത്. അതാ എന്താണ്? 20 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡില് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം നമുക്കറിയാം. അത് 20 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് എവേ ആണെന്ത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ ആകാശത്തേക്ക് നോക്കി കാണുന്ന ഈ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഈ ലൈറ്റ് ഇവിടെ എത്തി എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ലൈറ്റാണ് നമുക്കിവിടെ കാണുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു മാക്രോ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് വരണം. നമ്മുടെ ചിന്തയെ നമ്മളൊന്ന് തൊട്ടുണർത്തി
ഈ ഒരു മാക്രോ യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടിപ്പിനെ കുറിച്ചും ഇതിന്റെ ഒരു വെരി പർപ്പസിനെ കുറിച്ചും നമ്മളുടെ ചിന്തയെ ഒന്നും കൂടി തൊട്ടുണർത്താൻ സാധിക്കും. ഇനി അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രേഡിംഗിൽ ഏറ്റവും ലെവൽ 1 ഉള്ള ആയത്താണെന്ത്? ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാം. അവിടെ പറഞ്ഞൊരു വാക്കാണത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. ഈ കാണുന്ന ആകാശം ഇത് കേവലം എന്താണ്? ഈ ഒരു സമാഉ ദുനിയ മാത്രമാണ്. നമ്മൾ ഈ ക്ലസ്റ്റർ പറഞ്ഞത് 950കളിലാണ് യഥാർത്ഥത്തിൽ ക്ലസ്റ്റർ കണ്ടുപിടിച്ചത്. ഇതാണ് അവസാനം എന്ന് ശാസ്ത്രജ്ഞർ വിചാരിച്ചിരിക്കുമ്പോഴാണ് 980ലാണ് ഈ സൂപ്പർ ടെലിസ്കോപ്പുകൾ കണ്ടെത്തിയിട്ട് ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്റർ, ഈ ക്ലസ്റ്ററുകളുടെ കൂട്ടങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഈ ക്ലസ്റ്ററുകളുടെ കൂട്ടം എന്താണ്? അത് കണ്ടെത്താൻ സാധിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സെലസ്ട്രിയൽ ഒബ്ജക്റ്റ് എന്ന് പറയാം. പക്ഷെ അതിലും വിശാലമാണെന്ത്? ഈ സമാഉ ദുനിയ. പക്ഷേ ഈ സമാഉ ദുനിയ അത് ഒന്നാം ആകാശം മാത്രം. ഇതുപോലെ വേറെ 7 ആകാശങ്ങളുണ്ട്. അപ്പൊ ഈ 7 ആകാശങ്ങൾ, ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സമാഉ ദുനിയയും ആകെയുള്ള ഈ 7 ആകാശങ്ങളും ഒക്കെ കൂട്ടി വസിയ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്, ഇതൊക്കെ കൂട്ടി അതിനേക്കാളും വലുതാണെന്ത്? അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിന്റെ പാദസ്ഥാനം എന്നൊക്കെ പറയാവുന്ന അള്ളാഹുവിന്റെ കുർസി അതിവിശാലമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ബൈന സമാഇ ദുനിയ വല്ലതി തലിഹ 500 ആം. ഈ സമാഉ ദുനിയ, നമ്മൾ ഈ കാണുന്ന നേർക്കുനേരെ നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ സമാഉ ദുനിയ, അതും മറ്റുള്ള അടുത്ത ആകാശവും തമ്മിലുള്ള ദൂരം എത്രയാണ്? 500 ആം, 500 വർഷത്തെ ദൈർഘ്യമുണ്ട്. വബൈന കുല്ലു സമാഇൻ 500 ആം, ഓരോ ആകാശങ്ങൾ തമ്മിലും 500 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. വബൈന സമാഇ അസ്സാബിഅ വൽ കുർസി 500 ആം, അഥവാ 7ാം ആകാശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയും തമ്മിൽ 500 വർഷത്തെ ദൂരമുണ്ട്. വബൈനൽ കുർസി വൽ മാഇ 500 ആം വൽ അർശ് ഫൗഖൽ മാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ്, അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിപ്പ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ അർശാണ്. അള്ളാഹുവിന്റെ അർശ് അലൽ മാ, വെള്ളത്തിന് മുകളിലാണ്. ഈ വെള്ളം 7ാം ആകാശത്തിൽ നിന്നും 500 വർഷത്തിലധികം ദൈർഘ്യമുള്ള അത്രയും അധികം ദൂരമുണ്ട് എന്നാണ്. എന്നിട്ടോ വല്ലാഹു ഫൗഖൽ അർശ് ലാ യഖ്ഫ അലൈഹി ഷൈ മിൻ അഅമാലിക്കും. ഈ അർശിന്റെ മുകളിൽ ഇസ്തിവാ ചെയ്ത് ഉപവിഷ്ടനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടോ നിങ്ങളുടെ അമലുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഈ മാക്രോ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യം, ഈ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഇതാണ് വാസ്തവത്തിൽ നമ്മളുടെ മുഴുവനും നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ, നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ പ്രയോറിറ്റീസ് ലൈഫിൽ ഷിഫ്റ്റ് ചെയ്യാൻ, ലൈഫിൽ റിഫ്ലക്ട് ചെയ്യാൻ ഈ ഒരു കൺസെപ്റ്റ് അനിവാര്യമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൽ കുർസിയു ഫിൽ അർശ് ഇല്ലാ കഹൽഖഹ് മിൻ ഹദീദ് ഉൽഖീതു ബൈന ളഹരി ഫുലാത്തും മിനൽ അർദ്. ഒരു മരുഭൂമിയിൽ എറിഞ്ഞ ഒരു ഇരുമ്പിന്റെ വള, അതുപോലെയാണെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയും അർശും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ അള്ളാഹുവിന്റെ കുർസി എന്നത് അള്ളാഹുവിന്റെ പാദസ്ഥാനമാണ്. അതും അള്ളാഹുവിന്റെ അർശും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അബൂദർ റളിയല്ലാഹു അൻഹു ഇവിടെ അവതരിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അത്രയും വിശാലമായ ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് വാസ്തവത്തിൽ ഇത്രയും ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല എന്നതിലേക്കാണ് നമ്മളുടെ
വിരൽ ചൂണ്ട്. അവിടെയാണ് ഈ ചോദ്യം പ്രസക്തം. എന്താണ് ചോദ്യം? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സൂറത്ത് ആലി ഇംറാനിലെ 191-ാമത്തെ സൂക്തമാണ്. എന്താണ്? മനുഷ്യന്റെ എല്ലാ അവസ്ഥയിലും നിന്നുകൊണ്ടാവട്ടെ, ഇരുന്നു കൊണ്ടാവട്ടെ, കിടന്നുകൊണ്ടാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ആരെ കുറിച്ചാ പറഞ്ഞത്? മനുഷ്യന്മാരെ കുറിച്ച്. അവർ പറയും, എന്താ അവർ പറയുന്നത്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഞങ്ങളുടെ രക്ഷിതാവെ നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ലത്, വെറുതെ ഉണ്ടാക്കിയതല്ല. സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, അതിനാൽ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണെന്ത്? നമ്മളുടെ റൈറ്റ് ഡയറക്ഷനിലുള്ള തോട്ട്. അസ്ട്രോണമിയെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സ്കൂളിൽ സിലബസിലുണ്ട്. ഗാലക്സിയെ കുറിച്ചും മിൽക്കി വേയും സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നവരുണ്ട്. പക്ഷെ റൈറ്റ് ഡയറക്ഷനിലുള്ള തോട്ട് എന്താണ്? ഇങ്ങനെയുള്ള ഒരു മാക്രോ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ആ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ചിന്തിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുഴുവൻ വിമലീകരിക്കുക എന്നതാണെന്ത്? അതിനുള്ള റൈറ്റ് കൺവിക്ഷൻ. ഈ ഒരു കൺവിക്ഷനിലേക്ക് സുഹൃത്തുക്കളെ നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. രണ്ടാമത്തെ പോയിന്റ്, വിശുദ്ധ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്, മാൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ജസ്റ്റ് ടു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മൾട്ടിപ്ലൈ അലോൺ. കേവലം മറ്റുള്ള ജന്തുജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സൃഷ്ടിച്ചു. കേവലം നമ്മൾ ഈ ഒരു ദുനിയാവിനെ ആസ്വദിക്കാൻ പലപ്പോഴും പ്രവാസ ലോകത്തേക്ക് കടന്നു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. എന്താണ്? ഭൗതിക ലക്ഷ്യങ്ങളാണ്. ഈ ഭൗതിക ലക്ഷ്യങ്ങൾ എന്താണ്? ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണത്തിന് എന്തുണ്ട്? ലിമിറ്റ് ഉണ്ട്. ലിമിറ്റിനപ്പുറം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നമ്മൾ കുടിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്, അതിലപ്പുറം നമുക്ക് കുടിക്കാൻ കഴിയില്ല. അപ്പോ പക്ഷെ ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്താണ്? നിങ്ങൾ മൃഗങ്ങളെ പോലെയാണ്. അല്ല, അതിലും വേഴ്സാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബഹുമാനിച്ചു, ഹോണർ ചെയ്തു. ഇതിനേക്കാളും മുകളിൽ എല്ലാ ജീവജാലങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹോണർ ചെയ്തു. പക്ഷെ എന്താണ്? അധിക ആളുകൾ എന്താണ്? മനുഷ്യരിൽ അധിക ആളുകൾ എന്ത് ചെയ്യുന്നു? ഡിസ്ബിലീഫ്, അല്ലെങ്കിൽ അവര് അവിശ്വാസികളാണ്. അതല്ലെങ്കിൽ ഈ ഒരു ക്രിയേഷന്റെ ട്രൂ പർപ്പസിനെ ഡിനൈ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തവരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് കേവലം ഈ ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ കരുതുന്നു എങ്കിൽ നിങ്ങളെ സ്ഥിതി മൃഗങ്ങളെക്കാളും, അതല്ല അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിൽ അല്ലാഹു പറഞ്ഞു. നമുക്കറിയുന്ന ആയത്താണ്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. സൂറത്തുൽ അറാഫിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. അപ്പൊ എന്താ? നമ്മള് യഥാർത്ഥ ഡയറക്ഷനിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെക്കാളും അധപതിച്ചവരാണ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്. അപ്പൊ എന്താണ് രണ്ട് മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കമ്പയർ ചെയ്യാണ്. എന്താണ്? എല്ലാ ആളുകൾക്കും എന്തുണ്ട്? കൽബ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൽബ് ഉപയോഗിച്ചുകൊണ്ട് അവരൊരിക്കലും ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ച് ഗ്രഹിക്കൂല. എല്ലാവർക്കും ആ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണൽസ് എന്നുള്ള നിലക്ക് നമുക്ക് കൃത്യമായ കിട്ടിയ ആ ടാസ്ക് കൃത്യമായി അത് എങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നതിനെ കുറിച്ചുള്ള എല്ലാവിധ മാലൂമാത്തും നമ്മൾ ശേഖരിക്കുകയും അത് കൃത്യമായി സക്സസ്ഫുൾ ആക്കാനുള്ള പണികൾ നമ്മൾ എടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ബുദ്ധി ഉപയോഗിക്കാൻ നമുക്കറിയാം. പക്ഷെ ആ റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അപ്പൊ ഈ കണ്ണിന് കൃത്യമായ ഒരു ലിമിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു.
വയലറ്റിനും റെഡിനും ഇടയിലുള്ളത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. വിബ്ജിയോർ എന്ന് നമ്മൾ പറയും. വയലറ്റിന് അപ്പുറമുള്ളത് കാണൂല, അത് അൾട്രാ വയലറ്റ് ആണ്. റെഡിന് അപ്പുറമുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഇൻഫ്രാറെഡ്, അത് നമ്മൾ കാണൂല. ഇതിന്റെ ഇടയിലുള്ള വളരെ ചെറിയൊരു സ്പെക്ട്രം, വിസിബിൾ സ്പെക്ട്രം, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, ഈ ഒരു വിസിബിൾ സ്പെക്ട്രം വളരെ ചെറുതാണ്, ഷോർട്ടാണ്. ഇതിനിടയിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഇതെല്ലാവർക്കും സെയിം ആണ്. നമ്മൾ ഈ സുനാമി വന്ന സമയത്ത് ഒരുപാട് കൂട്ടിലടക്കപ്പെടാത്ത ജന്തുക്കളും പക്ഷികളൊക്കെ രക്ഷപ്പെട്ടു എന്നാ. എന്താ? നമ്മൾ കാണാത്തവരവർ അത് കണ്ടു. നമ്മളുടെ ഫ്രീക്വൻസിയും അവരുടെ ഫ്രീക്വൻസിയും വ്യത്യാസമുണ്ട്. അപ്പൊ അവർ കണ്ടു പലതും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത്രയും അധികം സൂക്ഷ്മജ്ഞാനവും ഒക്കെ നൽകി, എല്ലാവിധ ബുദ്ധിയും നൽകി, കണ്ണും നൽകിയിട്ട് പക്ഷെ റൈറ്റ് ഡയറക്ഷനിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുപോലെയോ കാതുകളുണ്ട്, അത് ഉപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. നമ്മളെ സൗണ്ടിനും കൃത്യമായ ഡെസിബലിന്റെ ഫ്രീക്വൻസിയിൽ നമ്മൾ കേൾക്കും. അതല്ലെങ്കിൽ നമ്മളത് പറയാം, അത് അൾട്രാസൗണ്ട് ആണ്, അത് കേൾക്കാൻ സാധിക്കാത്ത സൗണ്ടിലാണ്. അപ്പൊ വവ്വാലുണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കൂല, അത് വവ്വാൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ നമുക്കില്ലാത്ത കഴിവുകൾ കൊടുത്ത വേറെ സൃഷ്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ പക്ഷെ ആ കേൾവി റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മളുടെ ഈ കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ നിഅമത്ത്, അത് ആർ വി യൂസിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നല്ല, ആ ഫോക്കസ് മാറ്റാനാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഫോക്കസ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്താണ്, ദുനിയാവിന്റെ ആസ്വാദനമാണ് നമുക്ക് പ്രയോറിറ്റി. അതിൽ നിന്ന് മാറ്റി ആഖിറത്തിലേക്ക് നമ്മളുടെ പ്രയോറിറ്റി മാറ്റുക. അവിടെയാണ് നമ്മളുടെ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുള്ളൂ. അപ്പോ ഈ ഒരു സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ആ വിസ്ഡം, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ആൻഡ് ഹി നോസ് ബെസ്റ്റ് ദ വിസ്ഡം ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് മാൻകൈൻഡ്. നമ്മൾ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഏറ്റവും നന്നായി എന്തിനാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് നമ്മളോട് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. അപ്പോ നമ്മള് ഓരോന്ന്, നേരത്തെ നമ്മളുടെ ഫാറൂഖി സൂചിപ്പിച്ചതുപോലെ, നമ്മൾ എല്ലാവർക്കും അറിയാം കൃത്യമായി നമ്മൾ ഓരോന്നിന്റെയും ഫംഗ്ഷൻ, കൃത്യമായ ഫംഗ്ഷൻ. കണ്ണിന്റെ ഫംഗ്ഷൻ എന്താണ്, കാതിന്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പോ ഒരു സ്ട്രോക്ക് വരുന്ന സമയം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ ഹാമറേജ് ആണ് ബ്രെയിനിൽ. അപ്പൊ ഈ ബ്രെയിൻ സെല്ല്, സുബ്ഹാനല്ലാഹ്, അതൊരു ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര അത്ഭുതകരമാണ് നമ്മുടെ ശരീരം. അപ്പോ ഈ മെഡുല്ല ഒബ്ലാങ്കറ്റ, അതിനൊരു ചെറിയൊരു പ്രശ്നം വന്ന് ഒരു സ്ട്രോക്ക്, ഒരു മൈനർ സ്ട്രോക്ക് വന്നപ്പോഴാണ് മെഡുല്ല ഒബ്ലാങ്കറ്റന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഈ തൊട്ടറിവ്, ഈ സെൻസേഷൻ, അതിന് റെസ്പോൺസിബിൾ ആരാണ്? മെഡുല്ല ഒബ്ലാങ്കറ്റ ആണ്. നമ്മളുടെ നന്നായി വൊമിറ്റ് ചെയ്യുക, അതിന്റെ കൺട്രോൾ ആരാണ്? മെഡുല്ല ഒബ്ലാങ്കറ്റ ആണ്. നമ്മളുടെ ബാലൻസ്, അതിന്റെ കൺട്രോൾ എവിടെയാണ്? മെഡുല്ല ഒബ്ലാങ്കറ്റ ആണ്. അപ്പൊ മെഡുല്ലയുമായി ബന്ധപ്പെട്ട ചെറിയൊരു സെല്ലിന് ഒരു മൈനർ ലെവലിൽ ഒരു ഫ്രാക്ഷൻ സംഭവിച്ചപ്പോഴാണെന്ത്, ഈ ഫംഗ്ഷൻ ഒന്നായിട്ട് അഫക്ട് ചെയ്യുമ്പോഴാണ് മെഡുല്ലയുടെ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ ഒരു മഹാത്മ്യം അന്ന് മനസ്സിലാക്കി. അതായത് ബ്രെയിൻ സെല്ല്, അതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒരു 3 മണിക്കൂറിലധികം സ്റ്റോപ്പ് ആയാൽ അത് ചത്തു, ഇറിവേഴ്സിബിൾ ആണ്, വീണ്ടും അത് ജീവൻ വെക്കൂല. പക്ഷെ ആ ഫംഗ്ഷൻ ഏറ്റെടുക്കാൻ പെനിംബ്ര സെൽ, അയൽവാസികളായ സെല്ലുകൾക്ക് കഴിയും, കുറച്ച് താമസം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഈ റിക്കവറി പ്രോസസ്സ്, ഒരു സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള റിക്കവറി പ്രോസസ്സിനെ കുറിച്ച് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നത്, ഈ പെനിംബ്ര സെൽ ഇത് ഏറ്റെടുക്കുന്നതോട് കൂടി എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നമൊക്കെ കുറെ മാറും, അസുഖം ഭേദപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഫംഗ്ഷൻ. അപ്പോ എല്ലാ ഫംഗ്ഷനെ കുറിച്ച് ആളുകൾക്ക് പറയാനുണ്ട്. ഒരു മെഡിക്കൽ എക്സ്പേർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായി അയാൾക്ക് പറയാൻ സാധിക്കും ഓരോന്നിന്റെയും ലക്ഷ്യം എന്തിനാണ്. പലപ്പോഴും ലക്ഷ്യം അറിയാത്ത, ഇപ്പോ നമ്മൾ അപ്പൻഡിക്സ് മുമ്പൊക്കെ ഡോക്ടർമാർ അപ്പൻഡിസൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മുറിച്ച് കളയാറായിരുന്നു. ഇപ്പൊ പറയേ മുറിക്കരുത്, കാരണം ഇറ്റ് ഹാസ് ഗോട്ട് എ ഫംഗ്ഷൻ. അപ്പൻഡിക്സിന് ഫംഗ്ഷൻ ഇല്ലാന്നായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ അറിയുന്ന മനുഷ്യൻ ആസ് എ ഹോൾ, അതിനൊരു പർപ്പസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഓരോ അവയവങ്ങൾക്കും ഫംഗ്ഷൻ ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ എന്താണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ഹോൾ ഹ്യൂമൻ ബീയിങ്, ഈ ലൈഫിന് എന്ത് പർപ്പസ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരാണെന്ത് ബഹുഭൂരിഭാഗം ആളുകളും. അപ്പൊ അതിന്റെ ഒരു ലോജിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസ് ക്രിയേറ്റഡ് അസ് ടു ബി ടെസ്റ്റഡ്. നമ്മളെ പരീക്ഷണ വിധേയമാക്കിയ,
പരീക്ഷണത്തിന് വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഒരു സൃഷ്ടിപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ലൈഫ് ആൻഡ് ഡെത്ത്, മരണവും ജീവിതവും ഒക്കെ ഉണ്ടാക്കിയ എന്താണ്? പരീക്ഷിക്കാനാണ്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒബേ ചെയ്യുന്നത്, അനുസരിക്കുന്നത്? ആരാണ് നിഷേധി എന്നത് കൃത്യമായി പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് നടത്തിയത് എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا. അപ്പോ എന്താണ് അയ്യുക്കും അഹ്സനു അമല? ഇവിടെ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി. അയ്യുഹും അക്സറു അമല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആരാണ് അമല് ചെയ്യുന്നത് എന്നതല്ല, അഹ്സനു അമല, ഏറ്റവും നന്നായി ആരാണ് അമല് ചെയ്യുന്നത് എന്നത് നോക്കാണ്. ആ പെർഫെക്ഷൻ, കോമ്പിറ്റൻസി എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ പറയാറുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റായി, വളരെ നന്നായി ആര് ചെയ്യുന്നു? അയ്യുക്കും അഹ്സനു അമല. وَلَئِن قُلْتَ إِنَّكُمْ مَبْعُوثُونَ مِنْ بَعْدِ الْمَوْتِ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. അപ്പോ ഏതാണ്, വിച്ച് ഓഫ് യു ഈസ് ദ ബെസ്റ്റ് ഇൻ ഡീഡ്, ഏറ്റവും നന്നായി ആരാണ് അമല് ചെയ്യുന്നത് എന്ന് നോക്കാനാണ് എന്നാണ്. സൂറത്തുൽ മുൽക്കിൽ ഈ സംഗതി പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ആദ്യം മൗത്തിനെ കുറിച്ച്, ആദ്യം മരണത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ? ഈ മരണം നമ്മളുടെ ഈ ജീവിതത്തിന് മുമ്പുള്ള മരിച്ച അവസ്ഥയെ കുറിച്ചാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞൊരു വസ്തു, ടു ബി റെഫേർഡ്, നമ്മൾ പറയപ്പെടാൻ പറ്റിയ ഒരു വസ്തു അല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളാകുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്. അതാണ് ആ മൗത്ത് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് ഹയാത്ത്, പിന്നീട് ഒരു മരണവും കൂടെ. അപ്പൊ 2 മരണവും ഒരു ജീവിതവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. സൂറത്തുൽ മുൽക്കിൽ നമ്മളൊക്കെ ഓതുന്ന ആയത്താണ്. 4ാമത്തെ പോയിന്റ്, Allah has created us to worship him alone. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യരെയും ജിന്നുവർഗത്തിനെയും സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്. ഈ ഇബാദത്തിനാണെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആരാധന അർപ്പിക്കാൻ, അവൻ മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന വസ്തുതയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിൽ നമുക്കറിയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിപ്പ് നടത്തിയത്. ഇതാണ് പോയിന്റ്. നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 പാർട്ടുണ്ട്. ഒന്നെന്താണ്? നെഗേഷൻ ആണ്, മറ്റൊന്ന് അഫമേഷനാണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നഫി എന്ന് പറയും, മറ്റൊന്ന് ഇസ്ബാത്ത്, അഫമേഷൻ. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്. ഇവിടെ എന്താണ് ഈ 2 പാർട്ട്? ഈ ലാ ഇലാഹയിൽ എല്ലാം നെഗേറ്റ് ചെയ്തു. ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും നെഗേറ്റ് ചെയ്യപ്പെട്ടു. മനുഷ്യരിൽ അധിക പോരും ഇവിടെയാണെന്ത് വഴിപിഴച്ചത്. ഈ സൃഷ്ടിപ്പ് മുഴുവൻ നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ അർപ്പിക്കാതെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ അർപ്പിക്കുന്ന കൂടെ മറ്റുള്ള ആളുകൾക്കും ആരാധന. അപ്പൊ മുസ്ലിം നാമധാരികളായ ആളുകൾ, മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, മരിച്ചുപോയ ഒരു മഹാത്മാവിന്റെ ഖബറിൽ പോയി അയാളോട് ദുആ ചെയ്യുമ്പോൾ, അയാൾക്ക് വേണ്ടിയല്ല, അയാളോട് ദുആ ചെയ്യുമ്പോൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട ദുആ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോ ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും എവിടെ പേശത്? ഇതിലാണ്. ഒന്നെന്താണ്? നെഗേഷനാണ്. ഈ നെഗേഷൻ എന്താണ്? 100% നെഗേഷനാണ്. നമ്മൾ സാധാരണ ഡിജിറ്റൽ കൺസെപ്റ്റ് പറയാറുണ്ട്, 0 and 1. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അധ്യാപകൻ എന്നുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ 0-1 എന്നുള്ള ട്രാൻസിഷനെ കുറിച്ച്. ടോട്ടൽ എന്താണ്? ടോട്ടൽ ഷിഫ്റ്റിംഗ് ആണ്. ഈ ടോട്ടലി 0 ആക്കിയതിന് ശേഷം അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്?
നമ്മൾ ഈ ഒന്നിനെ പുറത്തെടുക്കുന്നത്. ആ ഒന്നെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതാണ്. അപ്പൊ ഈ നിലക്ക് തന്നെ അതിനെ കരുതണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് തൗഹീദാണ്. അതെങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇബാദത്തിൽ ഏകനായ പടച്ചോനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് എന്താണ്? ഇത്തിബാഇൽ, നമ്മൾ ഫോളോ ചെയ്യാൻ, നമ്മൾ അനുധാവനം ചെയ്യാൻ ഒരേ ഒരാൾ മാത്രമാണ് അർഹൻ. അതാരാണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇത് രണ്ടും എന്താണ്? തൗഹീദാണ്, തൗഹീദാൻ. രണ്ട് തൗഹീദിനെ കുറിച്ചാണ് നമ്മളുടെ കലിമത്ത് ഷഹാദ ഉയർത്തുന്നത്. അപ്പോ ഈ രണ്ട് പില്ലർ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് പില്ലർ, ഒന്നെന്താണ്? അത് നെഗേഷനാണ്, മറ്റൊന്നെന്താണ്? അഫമേഷനാണ് അഥവാ ഇസ്ബാത്ത്. ഇനി തൗഹീദിനെ കുറിച്ച് പറയുമ്പോ ഈ മൂന്ന് ആസ്പെക്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്താ? തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ, തൗഹീദ് അസ്മാഉ വസിഫാത്ത്. തൗഹീദ് റുബൂബിയ എന്നെന്താ പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അല്ലാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ, അഫ്ആലുല്ലാഹ്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇവിടെ സൃഷ്ടിപ്പ്, അപ്പോ ഈ കാര്യങ്ങൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് മുഴുവൻ എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു അഫ്ആല് അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് കരുതുന്നതാണെന്ത്? അതിലുള്ള വ്യതിയാനം, അല്ലെങ്കിൽ അശ്ശിർക്കു ബില്ലാ. ഏതില്? റുബൂബിയ്യത്തിൽ. പക്ഷേ മക്കയിലുള്ള മുശ്രിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വരുന്ന സമയത്ത് മക്കയിലുള്ള മുശ്രിക്കുകളോട് ആരാണ് ഈ സൃഷ്ടിപ്പൊക്കെ നടത്തിയതെന്ന് ചോദിച്ചാൽ അത് അല്ലാഹു എന്ന് പറയും. ആരാണ് മഴ പെയ്യിക്കുന്നത്? അല്ലാഹു. അതൊക്കെ പറയും. പക്ഷെ എന്തില്ല? ഉലൂഹിയയുടെ വിഷയം വരും. അതായത് അവിടെയാണത് നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ അഫ്ആല്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഉലൂഹിയയിൽ വരുന്നത്. റുബൂബിയയിൽ വരുന്നത് അഫ്ആലുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോ ഈ ഉലൂഹിയ, ആരാധന, ഇലാഹ ആരാണ്, ആരാധിക്കപ്പെടേണ്ടത് ആരാണ് എന്നതിലുള്ള ആ ഒരു ഏകത്വമാണെന്ത്? തൗഹീദ് ഉലൂഹിയ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്. എങ്ങനെ? നമ്മൾ കേൾക്കുന്ന പോലെ കേൾക്കുന്നവനാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറാണ്, കാണുന്നവനാണ്. പക്ഷെ എങ്ങനെ കാണുന്നു നമ്മൾ അറിയേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അസ്മാ, സിഫാത്ത്, ഇതൊക്കെ അതിലുള്ള കൃത്യമായ ഏകത്വം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഒരു വിട്ടുവീഴ്ച നമ്മൾ കരുതാനും പാടില്ല. അതില് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് എന്തോ അത് അങ്ങനെ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്നതാണെന്ത്? ഈ ആസ്പെക്ട്. ഈ മൂന്ന് വിഷയങ്ങളും തൗഹീദിന്റെ മൂന്ന് വ്യത്യസ്ത വിഷയങ്ങളാണ്. അപ്പൊ റുബൂബിയ എന്നത് മെയിൻറ്റെയിനിങ് ദ യൂണിറ്റി ഓഫ് ലോർഡ്ഷിപ്പ്, റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് മനസ്സിലാക്കലാണ്. അപ്പോ ഇത് നമ്മളുടെ സഹോദര സമുദായങ്ങളിലുള്ള ആളുകളുടെ വിശ്വാസം. അപ്പൊ അത് പലതും എന്താണ്? റുബൂബിയത്തിലുള്ള ഷിർക്കാണ്, അല്ലെങ്കിൽ റുബൂബിയത്തിലാണ് അവര് വ്യതിയാനം സംഭവിച്ചത്. അപ്പൊ ഇത്രയൊക്കെ സൃഷ്ടിപ്പ് നടത്തിയ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനായി അവനെ മാത്രം ആരാധിക്കുക എന്നതാണെന്ത്? സൃഷ്ടിപ്പിന്റെ ഒരു പർപ്പസ് എന്നാണ്. മൂന്നാമതായി, അപ്പൊ ഞാൻ പറഞ്ഞു ഇബാദത്താണ് നമ്മളുടെ കോർ. അപ്പൊ ഈ ഇബാദത്തിന്റെ മൂന്ന് റുക്കനുകൾ, നമ്മൾ നമസ്കരിക്കാറുണ്ട്, നമ്മൾ സദഖ കൊടുക്കാറുണ്ട്, നോമ്പ് നോൽക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, ഇതൊക്കെ ഇബാദത്താണ്. പക്ഷെ ഈ ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത്? ഈ മൂന്നെണ്ണം. ഒന്നെന്താണ്? മഹബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായ സ്നേഹം. ആ സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതാണ്. ആ മഹബ്ബ, ആ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കണം, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആ ഇഷ്ടത്തോടു കൂടിയായിരിക്കണം എന്റെ നോമ്പ്, ആ ഇഷ്ടത്തോടു കൂടിയായിരിക്കണം ഞാൻ സദഖ കൊടുക്കുന്നത്. അതിൽ വേറെ ആൾക്കും പങ്കില്ല. ആ മഹബ്ബ. മറ്റൊന്നെന്താണ്? റജാ. മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, മലക്കുകളായിട്ട് ആരുമില്ല, മലക്കുകൾ മാത്രമാണ് തെറ്റ് ചെയ്യാത്തവർ. പക്ഷെ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു തരും എന്നുള്ള വിശ്വാസം, പ്രതീക്ഷ. അപ്പൊ ചിലർ പറയാറുണ്ട്, എന്തോ ഓനൊന്നും യാതൊരു രക്ഷയില്ല, അവന്റെ കാര്യം പോക്കാം.
നമുക്ക് ആർക്കും ആരെ പറ്റിയും അങ്ങനെ പറയാനൊരു അവകാശമല്ല. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും എത്ര മോശപ്പെട്ടവനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹിദായത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ റജാ, അള്ളാഹു നമുക്ക് ഏത് തിന്മയിലും, പലപ്പോഴും നമ്മൾ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടിയവരാണ്, അത് പിശാചിന്റെ പ്രേരണയാണ്. പക്ഷെ ഈ എത്ര തിന്മ ചെയ്താലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അത് പുറത്തു തരാൻ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ഇബാദത്ത് പൂർത്തിയാവുക. അതാണ് റജാ. പിന്നെയോ ഹൗഫ്, ഭയം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തിന്മ ചെയ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകും എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. അപ്പൊ മാത്രമാണ് നമ്മൾ തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അപ്പൊ ഈ മൂന്നിന്റെ ബാലൻസ് ആണ് വാസ്തവത്തിൽ എന്ത് ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. പക്ഷെ അധികം ആളുകളുടെയും സ്ഥിതി എന്താണ്? യഅ്ബുദൂന അലാ ഹർഫ് വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. വക്കത്തിരുന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. എന്താ? ജസ്റ്റ് ഒരു മിനിമം പരിപാടി. ജസ്റ്റ് നിസ്കരിക്കാൻ പോവാറുണ്ട്, നിസ്കരിച്ചിങ്ങോട്ട് വരും, നോമ്പ് തോൽക്കാറുണ്ട്. അപ്പോ എല്ലാം ഒരു എഡ്ജിൽ, ഒരു ബൗണ്ടറിയിൽ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ഒരു വക്കീലിരുന്നു കൊണ്ട് അള്ളാഹു ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനം അടഞ്ഞുകൊള്ളും. ഇനിയോ വഇൻ അസാബത്ഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി. എന്നാൽ എന്തെങ്കിലും ഓനൊരു പരീക്ഷണം നേരിട്ടാലോ അവന്റെ കഥ പോയി, അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നതാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഖസിറദ് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അത് ദുനിയാവും പോയി ആഖിറത്തും പോയി. ദുനിയാവിൽ ഏതായാലും മോന് യാതൊരു സമാധാനവും ഇല്ല, എന്നാലോ ആഖിറത്തിലും അവന് യാതൊരു രക്ഷയുമില്ല. അത് വളരെയേറെ പേടിക്കേണ്ട ഒരു വിഷയമാണ്. യഅ്ബുദുല്ലാഹ് അലാ ഹർഫിൻ, അതായത് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, അതൊരു ബൗണ്ടറിയിൽ ഇങ്ങനെ ഒരു മിനിമം പരിപാടിയിൽ പോകാണ്. ഏത് സമയം അങ്ങനത്തെ ആളുകളുടെ മനസ്സ് എന്ത് ചെയ്യാം, മറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചന നൽകുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യത്തെ കുറിച്ച് കൃത്യമായി വിവരിക്കുന്ന 10 ആസ്പെക്ട് പറയുന്ന ആയത്തുൽ കുർസി. നമ്മളത് ഓതി പോകുമ്പോൾ അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടത്. 10 കാര്യങ്ങൾ പറയേണ്ട ആയത്തുൽ കുർസി. എന്താണ്? ഒന്നാമത്തത്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല. പിന്നെ പറഞ്ഞത്, അവനാണ് ജീവത്തായുള്ളവൻ, നിയന്താവായുള്ളവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരാധ്യന്മാരെ കുറിച്ചുള്ള മറ്റുള്ള ആളുകൾക്കുള്ള കൺസെപ്റ്റിൽ നിന്നും എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യതിരിക്തമാകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. അപ്പോ ദൈവം ഉറങ്ങുന്ന ദിവസം നമ്മളൊക്കെ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദര സമുദായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉറക്കൊഴിച്ചിട്ട് രാത്രി എണീക്കാറുണ്ട്. എന്താ? ദൈവം ഉറങ്ങും എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ മയക്കമാകട്ടെ ഉറക്കമാകട്ടെ അവനെ പിടിപെടുകയില്ല. അവൻ്റെതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. ആരുണ്ട് അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ? ആരുമില്ല. അപ്പൊ അതാണ് നമ്മുടെ പല സഹോദരങ്ങളുടെ വിശ്വാസം. അതൊക്കെ നമുക്ക് ശഫായത്ത് ചെയ്യാൻ ആളുണ്ട്. മഹാത്മാക്കളെ വിളിച്ചു തേടിയാൽ അവർ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്തോളും, നമുക്ക് അങ്ങനെ ഷോർട്ട് കട്ടിൽ രക്ഷപ്പെടാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അവന്റെ മുമ്പിലുള്ളതും അവന്റെ പിമ്പിലുള്ളതും അവൻ അറിയുന്നു. എല്ലാം അവന്റെ ഇൽമിൽപ്പെട്ടതാണ്. അവന്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചല്ലാതെ യാതൊന്നിനെ കുറിച്ചും അവർ സൂക്ഷ്മമായി അറിയുകയില്ല. അപ്പൊ ഗൈബ് അറിയുന്നു, ഇന്ന മഹാത്മാവ് ഭാവി അറിയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് എന്ന് അയാളെ കുറിച്ച് ആലോചിച്ചാൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസം പൂർണ്ണമല്ല എന്നർത്ഥം. അപ്പോ അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അവന്റെ കുർസി ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു. അവ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. അവ രണ്ടിന്റെയും സംരക്ഷണം അവനെ ഭാരപ്പെടുത്തുന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് ടു ഹെവി ഫോർ ഹിം ടു ഡു ഇറ്റ്. അവൻ അത്ര ഉന്നതനും മഹത്തായുള്ളവരും. ഞാനിത് സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കൃത്യമായ കൺസെപ്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. ഏതാനും ചില ടിപ്സ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ ലൈഫ് നമ്മളൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ മാറുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മളുടെ പല പ്രാക്ടീസസും എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ട. ഒന്നാമത്തെ സംഗതി ഒരു ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യലാണ്. ഈ ഇസ്ലാമിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ ജോബിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇസ്ലാമിക് പേഴ്സണാലിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡൽ ആക്കിയിട്ട് വേണം നമ്മളുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്യാൻ. അപ്പൊ നമ്മളുടെ വേഷം, നമ്മളുടെ വസ്ത്രം, നമ്മളുടെ സംസാരം,
നമ്മളുടെ വിശ്വാസം എല്ലാം എന്ത് ചെയ്യണം, ഒരു റീഓറിയന്റ് ചെയ്യണം. എന്തിനാണ്? റെഫറൻസ് ടു ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ലൈഫ് അനുസരിച്ച് നമ്മളെ ഫൈൻ ട്യൂൺ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു ഭാഗത്ത് അവകാശങ്ങളെ കുറിച്ച് നമ്മൾ പറയും, മറ്റൊരു ഭാഗത്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ്. പക്ഷെ പലപ്പോഴും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമുക്കൊക്കെ അറിയാം, പക്ഷെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് എന്തില്ല, പലപ്പോഴും ആളുകൾ പറയാറില്ല. അത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാളുടെ പേഴ്സണാലിറ്റി പൂർണ്ണമാവുന്നത്. അപ്പോ ഒരു മുസ്ലിം ഒരിക്കലും തന്നെ സ്വതന്ത്രമായി സമൂഹത്തിൽ നിന്നും അകന്നുകൊണ്ട് ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധ്യമല്ല. ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വലുതാണ്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ നമ്മളെ ബഹുമാനിക്കുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട്. നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, നമ്മൾക്ക് വേണ്ടി കൃത്യമായി നമുക്കൊരു വെയിറ്റേജ് തരുന്ന സമൂഹമുണ്ട്. പക്ഷെ അവർക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി നിറവേറ്റുമ്പോൾ മാത്രമാണ് നമ്മളുടെ പേഴ്സണാലിറ്റി പൂർണ്ണമാവുന്നത്. സാധാരണ നമ്മളൊരു സെക്യുലർ കൺസെപ്റ്റില് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അത് ആളുകളുടെ റെസ്പെക്ട് പിടിച്ചു പറ്റാനാണ്. പക്ഷെ ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റിളല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ ആണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പണിയെടുക്കേണ്ടതുണ്ടല്ല. ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഞാൻ വിശദീകരിക്കല്ല, ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡിൽ പറഞ്ഞു എന്നുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. നമുക്ക് സ്വന്തത്തോടുള്ള ഒരുപാട് ബാധ്യതകൾ ഉണ്ട്. നമ്മളുടെ പാരൻസിനോടുള്ള ബാധ്യതകളുണ്ട്, നമ്മളുടെ ലൈഫ് പാർട്ട്ണറോടുള്ള ബാധ്യതയുണ്ട്, മക്കളോടുണ്ട്, അടുത്ത ബന്ധുക്കളോടുണ്ട്, നൈബേഴ്സിനോടുണ്ട്, ഫ്രണ്ട്സിനോടുണ്ട്, കോമൺ മാസിനോടുണ്ട്. ഇതൊക്കെ കൃത്യമായി ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ പേഴ്സണാലിറ്റി പൂർണ്ണമാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എഡ്ജിലാണ്. പക്ഷെ പോരാ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടന്നു വരണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരൂ സഹോദരങ്ങളെ എന്നുള്ളതാണ്. അപ്പോ പലപ്പോഴും പിശാചിന്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ടാണ് ഒരുപാട് ആസ്പെക്ട് ലൈഫിലുള്ള ഡിഫറെന്റ് ആസ്പെക്റ്റിലൊക്കെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം പിശാചാണ്. അതിനു പകരം പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ഗൗരവപൂർവ്വം ഗൗനിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഞാനും നിങ്ങളും നമുക്ക് പലപ്പോഴും ഒരുപാട് വിഷയങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ കൺഫ്യൂഷൻ വരാറുണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. എന്താ കോൺഫ്ലിക്റ്റ്? ഒരു ഭാഗത്ത് ഭൗതികമായ താല്പര്യങ്ങൾ, ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ആവാം, പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ആവാം, പലതുണ്ടാവാം. പക്ഷെ ഇവിടെ ദീനിയായി ഇസ്ലാമികമായി ഞാൻ ചെയ്യേണ്ട ബാധ്യതകളെ കുറിച്ച്, ഉദാഹരണമായിട്ട് ഒരു ഫൈനാൻഷ്യൽ ഡീലിംഗ് നടത്തുന്നു, ഇസ്ലാം പറയുന്നു പലിശ പാടില്ല. പക്ഷെ പലിശ നിർബന്ധമായി, ഒരു ലോൺ എടുത്തിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, അവിടെ എന്തായി? അവിടെ കോൺഫ്ലിക്റ്റ് വന്നു. ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറെന്താണ്? ഒരു കോംപ്രമൈസ്, ഒരു ഇത്തിരി കോംപ്രമൈസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിരുത്തി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വന്തമായ ദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോ സാധാരണഗതിയിൽ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരലോകത്തിന് പ്രയോറിറ്റി കൊടുക്കുക. മരണശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് എൻ്റെ യഥാർത്ഥ ജീവിതം, അനന്തമായി നീളുന്ന ജീവിതം. ആ സ്വർഗം, അതിലൊരു കോംപ്രമൈസും ഇല്ല. ആ സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്നുള്ളൊരു ഫേം ഡിസിഷൻ എടുക്കേണ്ടതാണ് നമ്മൾ. പലപ്പോഴും ഞാൻ കാര്യമായിട്ട് പറയാറുണ്ടെന്ന് സോഷ്യൽ മീഡിയ ബിഹേവിയർ, അതായത് സോഷ്യൽ മീഡിയയിൽ പലർക്കും 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്നെന്താണ്? നമ്മളെ നല്ലവരായ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു അക്കൗണ്ടും, തനി യഥാർത്ഥത്തിലുള്ള റിയൽ ഫേസ് എക്സ്പോസ് ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് ഉണ്ടാവും. പലപ്പോഴും നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് പച്ചയായി ഇസ്ലാമിൽ നിഫാഖ് എന്നാണ് പറയുക, അഥവാ കാപട്യം എന്നാ പറയാം. ഈ കാപട്യത്തിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സഹാബ കിറാം വളരെയേറെ പേടിച്ചിരുന്ന ഒരു വിഷയമാണെന്ത്? നിഫാഖ്. നിഫാഖ് കടന്നു വരുമെന്ന് നമുക്കറിയാം. നിഫാഖിനെ കുറിച്ച് മുനാഫിക്കുകളുടെ ലിസ്റ്റ് വഹിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു അഥവാ സാഹിബ് സരീർ റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബി, അദ്ദേഹത്തിന് മാത്രമാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്, വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല.
പ്രമുഖരായ സഹാബാക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം റസൂലുള്ള ഓരോ ടാസ്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് കഴിവുള്ള ആളുകൾക്കാണ് അസൈൻ ചെയ്യാറ്. അപ്പൊ എന്ത് ചെയ്തു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഹുദൈഫയോട് ചോദിച്ചു, അല്ല ഹുദൈഫ, ആരൊക്കെയാണ് മുനാഫിക്കുകൾ, ആ ലിസ്റ്റ് ഒന്ന് തരണം. ഹുദൈഫ പറഞ്ഞു, അത് തരാൻ പറ്റൂല, കാരണം റസൂലുള്ള എന്നെ രഹസ്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് പറയാൻ പറ്റൂല. എന്നാ പിന്നെ ഒരു ചോദ്യം, ഞാൻ ആ ലിസ്റ്റിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആരാ ചോദിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വർഗാവകാശിയായി റസൂലുള്ള എണ്ണിയ ഉമറുൽ ഫാറൂഖ് ആണ് ചോദിക്കുന്നത്, നിഫാഖുള്ളവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? എത്രത്തോളം നിഫാഖിനെ അവർ ഭയപ്പെടുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഡുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡുവൽ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് ഒരൊറ്റ ഐഡന്റിറ്റി ഉണ്ടാവും, അതൊരു ഇസ്ലാമിക് പേഴ്സണാലിറ്റിയിൽ അധിഷ്ഠിതമായ നമ്മളുടെ ഐഡന്റിറ്റി ആവണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാ വിഷയത്തിലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നമ്മളുടെ ചിന്തയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദ്യം ചെയ്യും എന്നുള്ള ബോധമാണ് നമ്മൾ നയിക്കേണ്ടത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? മൗൾഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായ നമ്മളുടെ സോഷ്യൽ ലൈഫിലും നമ്മളുടെ പേഴ്സണൽ ലൈഫിലും അത് ട്രാൻസ്പെറന്റ് ആവണം. ഒരു ദുരൂഹതായ വിഷയത്തിൽ പാടില്ല. എന്താണെന്നറിയില്ല, അവനൊരിങ്ങനെ കാണാറുണ്ട് പലപ്പോഴും, അല്ലെങ്കിൽ എന്താണ് അവന്റെ ഹാല് എന്ന് അറിയില്ല എന്ന് പറയരുത്. കൃത്യമായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലൈഫാവണം. ദീനും ദുനിയാവും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ആഖിറത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരു ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ദുനിയാവും അതുപോലെ ആഖിറത്തിലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ കൃത്യമായ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമ്മളുടെ സമയവും നമ്മളുടെ അധ്വാനവും ഒക്കെ അതിനായി നമ്മൾ പരിശ്രമിക്കണം. തഖ്വ നമ്മൾ വർദ്ധിപ്പിക്കാൻ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ വിഷയത്തിലും ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അമല് സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. എന്നാലോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈമാൻ ദുർബലമായി പോവുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടെന്ത്, സമയമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന, പെട്രോകെമിക്കലിലൊക്കെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾ പറയും, തീരെ ടൈമില്ല, ടൈറ്റ് സ്കെഡ്യൂളാണ്. എങ്ങനെയാണ് ക്ലാസ്സിന് വരാൻ സാധിക്കുക? എങ്ങനെയാണ് ഇങ്ങനത്തെ എല്ലാ അമലുകൾ ചെയ്യാൻ സാധിക്കുക? അതുപോലെ എനിക്ക് വലിയ വിവരമൊന്നുമില്ല, ഇൽമില്ല, എങ്ങനെ ഇപ്പൊ ഞാനത് ചെയ്യാം, ഞാനൊരു ആലിമല്ല എന്ന് പറയാറുണ്ട്. ഇനിയോ ഒരു പ്ലൂറൽ സൊസൈറ്റിയിലാണ്, ഒരുപാട് പല ടൈപ്പ് ആളുകൾ. അതിലിടയിൽ നമ്മളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഐഡന്റിറ്റി, റിയൽ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിലോ ഈ സാധാരണ പൊതു തിന്മകളിൽ നിന്നും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിഷയങ്ങളിൽ ഞാൻ എങ്ങനെ വിട്ടുനിൽക്കും? സൊസൈറ്റിയിൽ പ്രിഡോമിനന്റ് ആയ ഒരുപാട് തിന്മകളുണ്ട്, എങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും? പക്ഷേ ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ജെന്യൂൻ ആണോ? നമ്മളുടെ പർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഫൈൻഡ് എ വേ. ഇതാണ് അതിന്റെ ശരി. നമ്മൾ ടൈം മാനേജ്മെന്റ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പ്രയോറിറ്റൈസേഷൻ ഇസ് നമ്പർ 1. നമ്മൾക്ക് ഒരുപാട് ടാസ്കുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു സ്കെഡ്യൂളിങ്, കൃത്യമായ ഒരു പ്രയോറിറ്റൈസേഷൻ ആ വിഷയത്തിൽ ചെയ്യണം. മുൻഗണനാ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. പിന്നെ നമ്മൾ പറയും, മാനേജ്മെന്റ് തിയറി ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ട്രൈ ടു യൂസ് പൈനാപ്പിൾ ട്രിക്ക്. ഈ പൈനാപ്പിൾ ട്രിക്ക് എന്ന് ഞാൻ പറഞ്ഞത്, വലിയൊരു പൈനാപ്പിള് ഒറ്റക്ക് തിന്നാൻ കഴിയുമെന്ന് വെച്ചാൽ തിന്നാൻ കഴിയില്ല. എന്ത് വേണം? ഒരു കത്തി വേണം, അത് മുറിച്ച് ചെറിയ കഷ്ണാക്കണം എന്നുള്ള. അപ്പോ വിശുദ്ധ ഖുർആൻ മുഴുവനും തന്നെ പാരായണം ചെയ്യണം. 30 ജുസ് അർത്ഥത്തോട് കൂടെ എനിക്ക് പഠിക്കണം. ഇറ്റ്സ് ഹ്യൂജ് ടാസ്ക്. ഇത്രയധികം ആയത്തുകൾ, ഇത്ര ജുസ്, 30 ജുസ്. പക്ഷെ റമദാനാണ് വരുന്നത്, നമുക്കൊരു വളരെ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ട്രൈ ടു യൂസ് ഇറ്റ്. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാം. ഒരു ദിവസം എത്ര ആയത്തോതാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ആയത്തോതാം, എത്ര ആയത്തിന്റെ അർത്ഥം പഠിക്കാം, ഡിഫൈൻ ചെയ്ത് ടാസ്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കത് ചെറിയ ടാസ്ക് ആക്കി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാം? ഒരു ഡ്യൂറേഷൻ ഫിക്സ് ചെയ്ത് നമുക്ക് ഏത് ടാസ്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ സാധാരണ പറയുന്ന പ്രിൻസിപ്പിൾ ആണെന്ത്, ഒരു ദിവസം എന്നത് ഇറ്റ്സ് ലോങ്, 24 hours. അപ്പൊ പ്ലാനിങ് ടു ഇൻക്ലൂഡ് മാക്സിമം ടാസ്ക് 24 മണിക്കൂർ എന്നാണ്, ഇറ്റ്സ് ടു മച്ച്. അതേസമയം ട്രൈ ടു തിങ്ക് ദാറ്റ് it's only 24 hours so that you will not miss any task. അപ്പോൾ പ്ലാനിങ്ങിൽ വളരെയേറെ ഷൂഡായിരിക്കണം. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു 24 മണിക്കൂർ ഒന്നെടുത്ത് റിവ്യൂ ചെയ്താൽ ഒരുപാട് വേസ്റ്റിംഗ് ടൈം ഉണ്ട്. പലപ്പോഴും അത് വെയിറ്റിംഗ് ടൈമാണ്. ചിലപ്പോൾ ട്രാഫിക്കിലെ വെയിറ്റിംഗ് ആവാം, ഡോക്ടറെ അടുത്തുള്ള വെയിറ്റിംഗ് ആവാം, ക്യൂവിലുള്ള വെയിറ്റിംഗ് ആവാം. പക്ഷെ ഈ വെയിറ്റിംഗ് ടൈം ഒക്കെ എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ദിക്റുള്ള, അള്ളാന്റെ മഹാത്മ്യം വിളിച്ചു പറയുന്ന, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതിനൊക്കെ കിട്ടുന്ന അജ്ർ എത്രയാണ്?
സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ രൂപത്തിലുള്ള പ്ലാനിങ് ചെയ്താൽ എത്ര ബിസി സ്കെഡ്യൂളിനടക്കും നമുക്ക് ദീനിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു നാൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിലപിക്കേണ്ടി വരും. നമ്മളെ ആ ഫ്രണ്ട് സർക്കിൾ കുടുങ്ങിപ്പോയതാണ്. അവൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, പഠിച്ചോനെ ഞാനത് വല്ലാത്തൊരു അവസ്ഥയിലായല്ലോ എന്ന് അന്ന് പറയും. എന്താ, വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂൽ യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല. സൂറത്തുൽ ഫുർഖാനിലെ 4 ആയത്തുകൾ വളരെയേറെ ചിന്തിക്കേണ്ട ആയത്തുകളാണ്. അക്രമകാരിയായുള്ളവൻ വ്യസന ഭാരത്താൽ അന്ന് തന്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, അഹോ ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാന്റെ റസൂലിനെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് എന്റെ ഈ ഒരു ലൈഫ് ഒന്ന് റീഓറിയന്റ് ചെയ്തിരുന്നെങ്കിൽ, പരലോകത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല. എന്റെ കഷ്ടമേ, ഇന്ന ആളെ, ആ ഒരു മനുഷ്യനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ. എന്നിട്ട് പറഞ്ഞത് ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. എനിക്ക് ബോധനം വന്നെത്തിയതിനു ശേഷം ഒക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഞാൻ നല്ല ട്രാക്കിലായിരുന്നു, പക്ഷേ അതിൽ നിന്ന് വഴി പിടിപ്പിച്ച് കളഞ്ഞല്ലോ. പിശാച് മനുഷ്യനെ കൈവെടിയുന്നവനാണ്. പിശാച് അവസാനം പറയും, ഞാനിതിനൊന്നും ഇല്ല കേട്ടോ, ഞാനല്ല, അത് അവൻ തന്നെയാണ് പഴിച്ചത് എന്ന് പറയും. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അന്ന് റസൂൽ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, എന്റെ ജനങ്ങൾ ഈ ഖുർആനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു. ഈ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് വെളിച്ചം തരേണ്ട, ലോകത്തിന് മുഴുവൻ വെളിച്ചം ആകേണ്ട വിശുദ്ധ ഖുർആൻ. പക്ഷെ അത് നമ്മളുടെ ലൈഫിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ആ ഹജറാനെ കുറിച്ച്, എങ്ങനെയാണ് ഖുർആനെ തള്ളിക്കളയുന്നത്, ഖുർആൻ നമ്മൾ ഓതാറുണ്ട്, പക്ഷെ ഖുർആനെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞത് എന്താ, അതിന്റെ വേരിയസ് ഡയമെൻഷൻസ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതെന്താ, അത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, എങ്ങനെ നമ്മൾ ഖുർആനെ സ്വീകരിക്കണം. ഒന്നെന്താണ്, ഇസ്തിമാ ആണ്. എന്റെ ഹർഫ് തെറ്റിയതാ, ഫോണ്ട്, കേൾവിയാണ്. കഴിയുന്ന സമയത്തൊക്കെ ഖുർആൻ കേൾക്കുക എളുപ്പമാണ്. നമ്മളുടെ ആപ്പ് ഉണ്ട്, വിശുദ്ധ ഖുർആന്റെ ആപ്പ് ഉണ്ട്, അർത്ഥത്തോട് കൂടിയ. അല്ലെങ്കിൽ ഒന്ന് നമ്മളുടെ ആ ഒരു ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയോ നമ്മളുടെ കാറിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെന്താണ്, തിലാവയാണ്, നമ്മൾ ഓതാൻ ശ്രമിക്കുക, കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഓതാൻ ശ്രമിക്കുക. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. പിന്നെ എന്താണ്, അടുത്ത ലെവലാണെന്ത്, ഹിഫ്ള്. കഴിയുന്നതും നമ്മൾ ആ പാരായണം ചെയ്യുന്ന ആയത്തുകളൊക്കെ ഒന്ന് ഹിഫ്ള് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, തദബ്ബുർ, അതിനെക്കുറിച്ച് ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്, എത്രങ്ങാനും ആയത്ത്. ഈ ആയത്ത് നമുക്ക് നമ്മളുടെ കണ്ണ് തുറപ്പിക്കാനാണ്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്, നമ്മളുടെ പരലോകം സേഫാക്കാനാണ്. അങ്ങനെയുള്ള തദബ്ബുർ, അർത്ഥം മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. എന്നിട്ടോ മാത്രല്ല അൽ അമൽ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യണം. നമ്മളുടെ അമലിൽ അത് റിഫ്ലക്ട് ചെയ്യണം. കേവലം ഓതിപ്പോയാൽ പോരാ. ഇങ്ങനെയാണ് ഹജ്റാൻ അഥവാ ഈ അഗണ്യ കോടിയിൽ വിശുദ്ധ ഖുർആനെ തള്ളി എന്ന് പറഞ്ഞത് അതാണെന്ന്. എന്നിട്ടോ നമ്മൾ ഓരോരുത്തരെയും റിവ്യൂ ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ 3 ഗ്രേഡ് പറഞ്ഞു, ഇസ്ലാമും ഈമാനും ഇഹ്സാനും. ഇസ്ലാം വന്ന ഒരു വലിയൊരു ഫോൾഡാണ്. നമ്മൾ സാധാരണ സെറ്റ് തിയറി ഒക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സർക്കിളാണെന്ന് ഇസ്ലാം. അത് നിസ്കരിക്കണോലും നോമ്പ് വിൽക്കണോലും സക്കാത്ത് കൊടുക്കണോലും ഒക്കെ അതിൽ വരും, ഒരു മുസ്ലിം സമുദായം എന്നുള്ള ആൾക്ക്. പക്ഷെ അതിൽ യഥാർത്ഥ വിശ്വാസം ഉള്ള ആളുകൾ, ഈമാനുള്ളവർ, മുഅ്മിനീൻ എന്ന് പറഞ്ഞത് വ്യത്യസ്തമാണ്. അതിലും ചെറിയ ഒരു സർക്കിളാണെന്ത്, അൽ ഇഹ്സാൻ, മുഹ്സിനീങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ മുഹ്സിനീങ്ങളുടെ സർക്കിളിൽ പെടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ടാർഗറ്റ് വേണ്ടത്. കേവലം ഒരു മുസ്ലിം ആയാൽ പോരാ, കേവലം ഒരു മുഅ്മിനായാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇഹ്സാന്റെ ആളുകളാവണം. എന്താണ് ഇഹ്സാൻ എന്നതും വിശദീകരിച്ചു. 3 ഡെഫിനേഷനാണ്, 3 രൂപത്തിലുള്ള ഡയമെൻഷൻ പറഞ്ഞു. നമ്മളൊരു ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് നമ്മൾ ഇഹ്സാൻ ചെയ്യുന്നവരാണ്. നമ്മളുടെ ഓരോ ഡ്യൂട്ടിയിലും നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യാറുണ്ട്. ടാസ്കുകളൊക്കെ പെർഫെക്റ്റ് ആവണം എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. അവിടെയാണ് എന്താണ് ഇഹ്സാൻ. ഒന്നാമത്തെ ഇഹ്സാൻ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയും അവന്റെ അബ്ദും തമ്മിലുള്ള ഇഹ്സാനാണ്. ഈ ബന്ധത്തിന്റെ ഏറ്റവും പെർഫെക്ഷൻ. അപ്പോ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോ എന്താണ്, ആ ഇഹ്സാനാണെന്ത്, ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുക എന്ന് നോക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അവിടെയാണിത് പ്രസക്തം. ഇനിയോ ഒരു മനുഷ്യനും ബാക്കിയുള്ള സൃഷ്ടികളും തമ്മിലുള്ള ആ ഒരു ഇഹ്സാൻ, അഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മൂന്നാമത്തെ എന്താണ്, ഇഹ്സാൻ ഓഫ് ആക്ഷൻ.
ഒരു സംഗതി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഈവൻ നമ്മൾ ഒരു കോഴിയെ അറുക്കുമ്പോൾ അത് നന്നായി അറുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണെന്ത് മറ്റൊരു ഡയമെൻഷൻ. അപ്പോ ഈ പിന്നെ ചെറിയ സർക്കിൾ ആ ഇഹ്സാനെ കുറിച്ച് പറഞ്ഞപ്പോ ഇതെന്താണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. രണ്ട് ലെവലാണ്. ഒന്നാമത്തെ എന്താണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നിങ്ങൾ റബ്ബിനെ കാണുന്നു, റബ്ബ് എന്റെ കൂടെ ഉണ്ട്, എല്ലാ വിഷയത്തിലും നമ്മളെ കൂടെ പഠിച്ചോണ്ട് എന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ അത്രയും അധികം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ദീനിയായ രംഗത്തേക്ക് നമ്മൾ കൂടുതൽ ഊർജത്തോടു കൂടി കടന്നു വരുക. എപ്പോഴാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെയുണ്ട്, എല്ലാ വിഷയത്തിലും അള്ളാഹു എന്റെ കൂടെയുണ്ട്. ആ മഅയ്യത്ത് അവിടെയാണെന്ത് ഇഹ്സാന്റെ ഒന്നാമത്തത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. മറ്റതോ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹു നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണും. ഈ മുറാഖബ എന്ത് ഒറ്റക്കായാണ്, ഒറ്റക്ക് ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴും അള്ളാഹു എന്റെ പ്രവർത്തനത്തെ കാണുന്നുണ്ട് എന്നുള്ള ബോധം മാത്രമാണ് നമ്മളുടെ ഒരു മോശപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. അപ്പൊ നാട്ടുകാരും കാണില്ല, എന്റെ കുടുംബക്കാരില്ല, നാട്ടുകാരും കാണാതെ ഞാനൊരു തെറ്റ് ചെയ്യും. പക്ഷെ സഹാബ കിറാമിന്റെ കാലത്ത് എന്തായിരുന്നു, ആരും കാണാതെ അവര് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നോക്കിയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. എന്താ, രാത്രി ഭരണാധിപനാണ്, ഉമർ ഖലീഫയാണ്, രാത്രി വീട് വിട്ടിറങ്ങും പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അപ്പോ ഒരു ചെറിയൊരു കുടിലിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ പോയപ്പോ എന്താ, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹാബിയാണ്. ഉമർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സഹാബി ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നപ്പോ ഉമർ രാത്രി പോകുന്നത് ഒരു വീട്ടിലേക്കാ. ഒരു ചെറ്റക്കുടില് ഒരു വൃദ്ധയായ സ്ത്രീ, കണ്ണ് കാണാത്ത സ്ത്രീയാണ്. ആ വീട്ടിൽ പോയിട്ട് ഉമർ എന്താണ്, ഉമർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആ സഹാബി ചോദിച്ചു, ആ സ്ത്രീയോട് പോയി ചോദിച്ചു, ആരാ ഇന്നലെ വന്നത്? അറിയില്ല. ആ മനുഷ്യൻ എല്ലാ ദിവസവും വരാറുണ്ട്, എന്നിട്ടോ എന്റെ ഇവിടെ പാത്രം കഴുകും, ഈ വീട് വൃത്തിയാക്കും, എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു തരും. ആരാണെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ, അള്ളാഹു മാത്രം അറിഞ്ഞുകൊണ്ട്, വീട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ, ആരും അറിയാതെ എങ്ങനെ നന്മയിൽ മുന്നേറണം എന്നതിനെ കുറിച്ചായിരുന്നു സഹാബ കിറാം ചിന്തിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എവിടെയാണ്, നമ്മൾ ആരും കാണാതെ ചെയ്യുന്നത് എന്താണ്, തിന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ രണ്ട് ലെവല് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കണം. അതായത് ഇഹ്സാന്റെ രണ്ട് കാര്യങ്ങൾ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിച്ചവരോടൊപ്പമാകുന്നു, സദ്വൃത്തരായിട്ടുള്ളവരോടൊപ്പം. ഈ മഅയ്യത്ത്, ആ ബോധം, അതാണ് ഒന്ന്. മറ്റൊന്ന് എന്താണ്, വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫി സാജിദീൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ മുറാഖബ കൃത്യമായി ഉണ്ട് എന്നുള്ള ബോധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന, അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ള ഒരു വര വരച്ചു, എന്നിട്ട് കുറെ വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു, എന്നിട്ട് അവസാനം ഒരു വര വരച്ചു, എന്നിട്ട് പറഞ്ഞു എന്ത്, ഇത് മനുഷ്യന്റെ ഹോപ്പാണ്. നമ്മളൊക്കെ ഇവിടെ വന്നു, ഒരുപാട് പ്രതീക്ഷകളോട് കൂടി അവിടെ വന്നു, ഒരുപാട് പ്ലാനിങ്ങോട് കൂടി. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു മരണം എല്ലാ പ്രതീക്ഷകളെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആ മരണം വന്നിട്ടുണ്ട്. ഇതോടുകൂടി എന്തായി, ദാറ്റ്സ് ഇറ്റ്. ഈ ലോകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിട പറയുന്നു. ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്ലാനിങ്ങും നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി പറയാനുള്ളത്, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. പറയുക, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വന്തം ദേഹങ്ങൾക്കും തങ്ങളുടെ ആളുകൾക്കും നഷ്ടം വരുത്തി വെച്ചത് ആരോ അവരത്രേ തീർച്ചയായും നഷ്ടക്കാർ. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. നമ്മൾ ഒറ്റക്ക് പോരാ, നമ്മളുടെ ഭാര്യ കൂടെ സ്വർഗത്തിൽ വേണം, മക്കൾ കൂടെ സ്വർഗത്തിൽ വേണം, മാതാവും പിതാവും സ്വർഗത്തിൽ വേണം. എന്തു വേണം? കറകളഞ്ഞ തൗഹീദ്, കറകളഞ്ഞ സുന്നത്ത്, ജീവിതം മുഴുവനും വിമലീകരിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, വളരെ വിജ്ഞാനപ്രദമായ ചിന്തോദ്ദീപകമായ ഒരു ക്ലാസ് ആണ് നാം ശ്രമിച്ചത്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ ബനാഹ.
മരിച്ച് നുരുമ്പിച്ചതിന് ശേഷം നമ്മളെ വീണ്ടും പുനർജീവിപ്പിക്കുകയോ എന്ന പരിഹാസ്യമായ മുശ്രിക്കുകളുടെ ചോദ്യത്തിന് അള്ളാഹു തിരിച്ചു ചോദിച്ച ചോദ്യമാണ്. ആ ഒരു പ്രപഞ്ചത്തിന്റെ നിങ്ങൾ കണ്ടു, മനുഷ്യന്റെ നിസ്സാരത. അനന്തകോടി വർഷങ്ങളിൽ നമ്മുടെ ഈ 60-70 വർഷം ഒരു മുട്ടസൂചിയിൽ ഒരു വെള്ളത്തുള്ളി ആയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മുടെ ഈ ഒരു ജീവിതകാലം എന്ന് മനസ്സിലാക്കുക, ആ ഒരു നിസ്സാരതയെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. അടുത്തതായി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് അനുവദിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം മാത്രമല്ല, ഇനി എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും മോർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? പലിശയുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അതുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ എത്ര തക്കമുള്ള ആളുകളാണെങ്കിലും ശരി, ഒരു പരിധി വരെ നമ്മളെല്ലാം പലിശയിൽ അടങ്ങിക്കൊണ്ട് അതിൽ നിന്ന് എന്തായിരിക്കാം മനുഷ്യനെ അതിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ പിന്തിരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടായിരിക്കാം? അത് പരലോക വിശ്വാസം ഉള്ള ആളുകളാണെങ്കിൽ കൂടി ഒരു പരിധി, മൊത്തത്തിൽ ഒരു 70% ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ഇന്നബൽ ബൈഉ മിഥ്ലു റിബ. എന്താ ഇപ്പൊ കച്ചവടം പലിശ തമ്മിൽ എന്താ വ്യത്യാസം? കച്ചവടം ചെയ്യുന്നു, ലാഭം വാങ്ങുന്നു. ഇതുപോലെ ഇപ്പൊ എന്താ ഇന്ന് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതുപോലെ ആളുകൾ പറയുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട് ആഖിർ സമാനില്, ഈ ഖിയാമത്തോട് അടുക്കുമ്പോൾ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞത് പലിശയിൽ നിന്നും പൂർണ്ണമായി മുക്തമായ ആളുകൾ ഉണ്ടാവില്ല എന്ന്. അപ്പൊ അത് വളരെ പേടിക്കേണ്ടതാണ്. നമ്മള് ഒരു വീടെടുക്കണം, ഫോർ എക്സാമ്പിൾ, വീടെടുക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഈ മുഹ്സിനീങ്ങളുടെ ഗുണം പറഞ്ഞപ്പോ നമ്മളുടെ തവക്കുല് ഭയങ്കരമായിട്ട് വേണം. തവക്കുലിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷി കൂട് വിട്ട് ഇറങ്ങുമ്പോ ഒരു പ്രതീക്ഷയില്ലാതല്ല ഇറങ്ങുന്നത്, തിരിച്ച് ഫുള്ളായ വയറുമായിട്ട് തിരിച്ചെത്തുന്നു വൈകുന്നേരം. ഇതുപോലെ എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഹക്ക തവക്കുൽ. ശരിയായ തവക്കുല് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അങ്ങനെ സഹായിക്കും. ആ വിശ്വാസം വേണം. അപ്പൊ നമ്മളുടെ ഡാമേജ്, നമ്മളിപ്പോ ഒരു വിഷയത്തിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും അതിലുണ്ടാകുന്ന നമ്മളുടെ നഷ്ടവും നമ്മൾ കമ്പയർ ചെയ്യും. ഈ കമ്പാരിസണിൽ പരലോകത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീടില്ലാതെ നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷെ അതെന്ത് ചെയ്യും? അതിലൊരു ഖൈർ ഉണ്ടാവും. അള്ളാഹു നമുക്കൊരു വഴി മഖ്റജ് തരുന്നുള്ള. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇസ്തിഖാറത്ത് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിൽ 2 പ്രോസസ്സ് ഉണ്ട്. ഒരു പ്രോസസ്സ് എന്താണ്? ഇസ്തിഷാറയാണ്. ഇസ്തിഷാറ എന്ന് പറഞ്ഞാൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ മുഴുവനും കൺസൾട്ട് ചെയ്തിട്ട് മാക്സിമം നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പിന്നെ നമ്മളുടെ രക്ഷിതാവുമായിട്ടുള്ള ഇസ്തിഖാറ. ഇസ്തിഷാറയും ഇസ്തിഖാറയും 2 സ്റ്റെപ്പാണ്. അപ്പൊ ഈ ഇസ്തിഖാറ എന്താ? അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമ്മൾ ചോദിക്കണം. പഠിച്ചോനെ എനിക്ക് ഇതിങ്ങനെ ചെയ്യണം, വേറൊരു വഴിയില്ല, എന്താണ് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യാണ്? നല്ല നിലക്കുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഇസ്തിഖാറാണ്. അപ്പം നമുക്കൊരിക്കലും ഈ ഡാമേജ് പലപ്പോഴും നമ്മളുടെ അസസ്മെന്റ് തെറ്റാണ്. കാരണം അള്ളാഹുവിന്റെ സഹായം വേറെ വഴിയിൽ നമുക്ക് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ്. അപ്പൊ അത് എങ്ങനെ ഇപ്പോ പിന്നെ ഒരു വെഹിക്കിൾ ഇല്ലാതെ നമുക്ക് നടക്കേണ്ടി വരും. ഇപ്പൊ ഒരു വണ്ടി ലോണിൽ എടുക്കുന്നതിന് പകരം വണ്ടി ഇല്ലാതെ നടക്കേണ്ടി വരും. അതിൽ അള്ളാഹു ചിലപ്പോൾ ഒരു ഹൈറ് തരും. അപ്പൊ ആ രൂപത്തിൽ നമ്മളൊരു ചിന്തയെ മാറ്റിയെടുക്കൽ മാത്രമാണ് അതിന് രക്ഷ. അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു 100-300 മില്യന്റെ ബിസിനസ് ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു നിലക്കും പലിശയുമായി ബന്ധപ്പെടാതെ 50,000 ഉറുപ്പ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നമ്മളവിടെ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണെന്ത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു അദ്ദേഹത്തിന്. ഇപ്പോ ഇഡ്ഡലി ദോശ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പൊ അദ്ദേഹം ആ തുടക്കമൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വലിയ പ്രതിസന്ധിയുള്ള സമയത്ത് ഒരു ഓർഡർ വന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അത് റിജക്ട് ചെയ്തു. കാരണം എന്താ? അത് അദ്ദേഹത്തിന്റെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടില്ല എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അള്ളാഹു ഒരുപാട് കൊടുത്തു. ഞാൻ പറഞ്ഞത് ആ മഅയ്യത്ത്, അപ്പൊ ഇഹ്സാനെ കുറിച്ചുള്ള 2 ആസ്പെക്ട് പറഞ്ഞു. അപ്പൊ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ട്. കാരണം മഅയ്യത്തിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അത് കൂടുതൽ പ്രിസിഷൻ കിട്ടും, നമുക്ക് ധൈര്യം കിട്ടും. ആ ഒരു ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ഡിറ്റർമിൻഡ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ മുന്നേറാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു കാക്കട്ടെ. പിശാച് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം വേണം. കാരണം എന്താ? ഒരാളെ തൗഹീദിൽ ഉറച്ചൊരാളെ വേറെ വഴിക്കായിരിക്കും പിശാച് എന്ത് ചെയ്യാം? തെറ്റിക്കുക. അപ്പൊ പല നിലക്കും എന്ത് ചെയ്യും? പിശാച് നമ്മളെ തെറ്റിക്കാൻ സാധ്യത. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കമ്പനികൾ പറയുന്നുണ്ട് കേട്ടോ. അതൊരു ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ അത് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ എന്റെ തന്നെ കമ്പനി ഹോട്ട്പാക്ക്, നൂറുകണക്കിന് വണ്ടികളുണ്ട്. ഒന്നുപോലും സൗണ്ട് ഉണ്ടോ പുറത്ത്? വണ്ടികൾ ഒരുപാട് ഫെസിലിറ്റി ആയിട്ട് ബാങ്കുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു വണ്ടിയും ബാങ്കിലൂടെ എല്ലാം റെഡി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ നൂറുകണക്കിന് കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
പലപ്പോഴും നമ്മൾ മ്യൂസിക്കിനെ കുറിച്ച് പറയാറുണ്ട്. മ്യൂസിക് വളരെ വ്യാപകമാണ്. ഒരു വാട്സപ്പ് എന്ത് തുറന്നാലും മ്യൂസിക് ഇല്ലാത്ത പരിപാടിയല്ല. മ്യൂസിക്കിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമോ? വളരെ സിമ്പിൾ ആണ്. അപ്പോ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അതുമായി ബന്ധപ്പെട്ട ഒരു കുറെ കവിത ശകലത്തിലെ ഒരു ചെറിയൊരു ശകലാണെന്ത്, ഹുബ്ബുൽ കിതാബി വ ഹുബ്ബു അൽഹാനിൽ ഗിന ഫീ ഖൽബി അബ്ദിൻ ലൈസ യജ്തമിആനി. ഈ മ്യൂസിക്കും ഖുർആനും ഒരിക്കലും ഒരേ കൽബിൽ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യൂലാണ്. ഒന്നുകിൽ മ്യൂസിക്കിന് പ്രയോറിറ്റി, അപ്പൊ ഖുർആൻ എന്ത് ചെയ്യും? താഴെ പോകും. ഖുർആന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നിങ്ങൾ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ നമ്മൾ ബ്രെയിനിനെ എൻഗേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓരോ വിഷയത്തിലും, നമ്മളുടെ ഡ്രസ്സിങ്ങിന്റെ വിഷയമാവട്ടെ, ഓരോ വിഷയത്തിലും നമ്മളാണ് എന്ത് തീരുമാനം എടുക്കേണ്ടത്. സുന്നത്ത് എത്രത്തോളം നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി കാണിച്ച സംഗതി. അപ്പൊ ആളുകൾ ഒരാൾ സുന്നത്തല്ലേ, സുന്നത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, സുന്നത്തിൽ എന്തുണ്ട്? നിർബന്ധമായതുണ്ട്, ഐച്ഛികമായതുണ്ട്. അതൊക്കെ സുന്നത്ത് എന്നുള്ള റസൂലുള്ളാഹിന്റെ മാതൃക എന്നതിൽ ഒറ്റ ഡയമെൻഷനിലാണ് അത് പറയാം. ഫിഖ്ഹിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്താൽ കൂലി, ഇല്ലെങ്കിൽ കുറ്റമില്ലാത്തതെന്നാണ്. പക്ഷെ അത് എന്താണ്? സുന്നത്ത് എന്ന വിശാല അർത്ഥത്തിൽ അതിലെന്തുണ്ട്? വാജിബായ സംഗതി ഉണ്ട്. അപ്പോ റസൂലുള്ള ചെയ്തത്, പറഞ്ഞത്, അനുവാദം, മൗനാനുവാദം നൽകിയത് മൂന്നെന്താണ്? സുന്നത്താണ്. ഇത് മൂന്ന് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു സാധനമാണ് എന്ത്? താടി. റസൂലുള്ള താടി വെച്ചിരുന്നു. സഹാബാക്കളുടെ താടി ഇല്ലാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ കൃത്യമായ ഹദീസുകളുണ്ട്. റസൂൽ താടി വെക്കാൻ പറഞ്ഞു, അപ്പോ മൗനാനുവാദം നൽകി, പറഞ്ഞും ചെയ്ത്. അതുപോലെ ഇതെന്താണ്? അപ്പൊ അവിടെയാണ് അതിന്റെ ഉജൂബിയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതൊരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഓരോ വിഷയത്തിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് സൂക്ഷ്മത പാലിക്കാം. ഈ സൂക്ഷ്മത പാലിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ത്? 4 കാര്യം പറഞ്ഞു. തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോ, തഖ്വയുടെ താരീഫ് പറഞ്ഞപ്പോ എന്ത്? അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പേടി വേണം. പിന്നെയോ അൽ അമലു ബിത്തൻസീൽ, വഹി മുഖേന ഇറക്കപ്പെട്ടതനുസരിച്ച് നമ്മളുടെ അമലുകൾ ക്രമീകരിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമി റഹീൽ, ഏത് സമയം ഒരു ഫൈനൽ എക്സിറ്റിന് റെഡി ആവുക. നമ്മൾ ബഹ്റൈനിൽ ഒരു പ്രവാസി എന്നുള്ള നിലക്ക് വന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മളൊരു എക്സിറ്റിന് റെഡി ആയോ, അതുപോലെ ഈ ഭൂമിയിൽ നിന്നൊരു ഫൈനൽ എക്സിറ്റിന് ഏത് സമയത്ത് നമ്മൾ റെഡി ആവണം. ഏത് സമയം മരണം വരാം, ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മുടെ മരണം. അപ്പോ എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ റെഡി ആയിട്ട് വെക്കാന്നുള്ള, സബ്മിറ്റ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സബ്മിറ്റ് ചെയ്യാൻ നമ്മളുടെ ഫയൽ റെഡി, അതോടുകൂടി ക്ലോസ് ആയി. പിന്നെ അതിന് എക്സെപ്ഷൻ എന്താണ്? ജാരിയായ സദഖയാണ്. നമ്മളെ മക്കളെ ശരിക്കും പഠിപ്പിച്ചാൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്യും. നമ്മൾ വല്ല ഇൽമും പകർന്നു കൊടുത്താൽ അതനുസരിച്ച് ആളുകൾ അവരുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യില്ല, അതിന്റെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ ഇത്രയും വന്ന് ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരാളെങ്കിലും ദീനിയായ മാർഗം സ്വീകരിച്ചാൽ അയാളുടെ മരണം വരെ ജീവിതത്തിൽ അയാൾ പാലിക്കുന്ന മുഴുവൻ നന്മകളുടെയും ഒട്ടും കുറവില്ലാതെ എനിക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്, ഈ ഒരു സ്വാർത്ഥത നമുക്കൊക്കെ വേണം. ഞാനൊരു സംഗതി ഒരാളോട് പറഞ്ഞ്, ഇപ്പൊ എന്റെ ലൈഫിൽ ഒരു 80, 60, 70, 80 വർഷം നമ്മൾ ജീവിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന അമല് ലിമിറ്റഡാ. പക്ഷെ നമ്മളൊരു സംഗതി മനസ്സിലാക്കി ഇൻസ്പയർ ചെയ്ത് മറ്റൊരാളെ ഇൻസ്പയർ ചെയ്ത് അയാളോട് അത് ചെയ്യിച്ചാൽ അയാൾ വേറൊരാളെ ഇൻസ്പയർ ചെയ്ത് ചെയ്യിച്ച് അങ്ങനെ ഈ ഒരു ചെയിൻ റിയാക്ഷൻ, അതിന് മുഴുവനും കൂലി നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? കലക്റ്റീവായി ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ടാസ്കിൽ ചേർന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കല്ലാഹു ഖൈർ ഷൈഖ്. സദസ്സിന്റെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, അത് കഴിഞ്ഞ് പോവാം. വോട്ട് ഓഫ് താങ്ക്സ് സാദിഖ് പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പലപ്പോഴും ദീർഘനേരമുള്ള ക്ലാസ്സുകളും മറ്റു പരിപാടികളും നമ്മൾക്ക് എല്ലാവർക്കും മുഖങ്ങളിൽ ക്ഷീണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഈ കാണുന്ന മുഖങ്ങളിൽ അധികവും വിജ്ഞാനത്തിന്റെ വെളിച്ചം ലഭിച്ചൊരു തെളിച്ചം കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ഹാളിൽ നിന്ന് ഒരു വലിയ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയാണ് നാം ചെയ്യുന്നത്.
അതിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവുമായി അൽഹിദായ വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വരുന്ന റമദാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉസ്താദ് പറഞ്ഞിരുന്നു, ഖുർആനുമായിട്ടുള്ള അടുക്കാനുള്ള ഓരോ കാരണങ്ങൾ ഓതിക്കൊണ്ടും അത് കേട്ടുകൊണ്ടും മനഃപ്പാടമാക്കിക്കൊണ്ടും ഖുർആനിലേക്ക് അടുക്കാനുള്ള ഖുർആനിന്റെ മാസമായിട്ടുള്ള റമദാൻ നമ്മളെ മുന്നിൽ വരുന്നുണ്ട്. ആ റമദാനിന് മുന്നോടിയായി അൽഹിദായ സെന്ററിന്റെ കീഴിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. നാളെ രാത്രി 8:30 ഓൺലൈനിൽ ഷഫീഖ് സലാഹിയുടെ അഹ്ലൻ റംലാൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന 29-ാം തീയതി ചൊവ്വാഴ്ച ബുസൈത്തീൻ ഹമദ് ഖാനു മസ്ജിദിൽ വെച്ച് അഹ്ലൻ റംലാൻ പ്രോഗ്രാം നടക്കുന്നു. കൂടാതെ വരുന്ന 31-ാം തീയതി റഫ സൂക്ക് മസ്ജിദിൽ വെച്ചും അഹ്ലൻ റംലാൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ റമദാനിന് മുന്നോടിയായിട്ടുള്ള ഒരു സംസ്കരണം, അതെത്തുന്നതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അവിടെ പ്രതിപാദിക്കുകയുണ്ടാകുക. എല്ലാവരും കുടുംബത്തോടൊപ്പം അവിടെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 29, 31 തീയതികളിൽ ഓഫ്ലൈൻ ആവും പരിപാടി. നാളത്തെ പരിപാടി ഓൺലൈൻ ആയിട്ടാവും ഉണ്ടാവുക. അതുപോലെ തന്നെ അൽഹിദായ സെന്ററിന്റെ കീഴിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളുടെയും മദ്രസകളുടെയും ഒരു ബിറ്റ് നോട്ടീസ് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ എന്നിൽ അത്ഭുതമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കാം. കൂടുതലായി സംസാരിച്ച് സമയം വൈകിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം ഭാഷണം നടത്തിയത് സുഹാദാണ്. ഫോക്കസ് കോർഡിനേറ്റർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത് നമ്മോട് സംസാരിച്ച അൽഹിദായ ജനറൽ സെക്രട്ടറി റിസാലുദ്ദീൻ അവർകൾക്കും ആമുഖ ഭാഷണം നിർവഹിച്ച് ഷമീർ ഫാറൂഖി അൽഹിദായ ഒഫീഷ്യൽ ദായിയാണ്, അദ്ദേഹത്തിനും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വിജ്ഞാനത്തിന്റെ ഒരു സാരസമ്പുഷ്ടമായ സംസാരം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച സൗദിയിൽ നിന്നെത്തിയിട്ടുള്ള അർഷദ് ബിൻ ഹംസ അവർകൾക്കും എന്റെയും അൽഹിദായ സെന്ററിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഈ പരിപാടിക്ക് പിന്നിൽ ഒരുപാട് പേര് പ്രയത്നിച്ചിട്ടുണ്ട്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സ്ഥാനം കൊണ്ട് ഏറ്റവും മുകളിലുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ അടിത്തട്ടിൽ നിന്ന് സാധാരണ വളണ്ടിയേഴ്സിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. മാഷാ അല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ആഫിയത്തുള്ള ആയുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതലായി നന്ദി പറയേണ്ടത് ഈ പരിപാടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് മാത്രമേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബിക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.